ആദ്യം നമ്മൾ യാത്ര ഒരുങ്ങുകയാണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് നമ്മൾ യാത്ര ചോദിച്ച് അൽഹംദുലില്ലാഹ് നമ്മൾ പുറപ്പെടണം എന്നുള്ളതാണ്. അള്ളാഹ് തീരുമാനിച്ചാലേ നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് തൗബ ചെയ്ത് കഴിഞ്ഞു പോയ പാപങ്ങൾ മുഴുവൻ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തൗബ ചെയ്ത് പരിശുദ്ധമായൊരു കർമ്മം നിർവഹിക്കുന്നുള്ള വലിയൊരു നിയ്യത്തോടു കൂടി അൽഹംദുലില്ലാഹ് നമ്മൾ പുറപ്പെടാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ കാര്യമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പ്രത്യേകിച്ച് തഹജ്ജുദ് നിസ്കാരമൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് പതിവാക്കുക. ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് നൽകിയ അവസാനത്തെ അമലാണ്. ദുൽഹജ്ജ് 9-ാമത്തെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആയത്ത് ഓതി കേൾപ്പിക്കുകയാണ്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് ഈ ആയത്ത് ഇങ്ങനെ, അൽ യൗമ ഇന്നത്തെ ദിവസം അല്ലേ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും നിങ്ങളുടെ ദീനിനെ ഇന്ന് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി എൻ്റെ നിഅമത്തുകളും നിങ്ങൾക്കിതാ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന ഇസ്ലാമിൻ്റെ ദീനായി ഞാനിതാ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഈ ആയത്തോടു കൂടി ഇസ്ലാമിൻ്റെ അഹ്കാമത്തുകൾ മുഴുവനും പൂർത്തിയായി എന്നുള്ളതാണ് ഉലമാക്കൾ പറയുന്നത്. എല്ലാ വിധിവിലക്കുകളും ഹജ്ജോട് കൂടി അൽഹംദുലില്ലാഹ് നമുക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 23 വർഷക്കാലത്തെ നുബുവത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ അമലാണ് ഹജ്ജിൻ്റെ അമലുകൾ. ആ അമലിൽ വെച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് വഫാത്തിനെക്കുറിച്ചുള്ള സൂചനയും കൊടുത്തു. അല്ല, അടുത്ത വർഷം നിങ്ങളെ ഞാൻ കാണുമോ എന്നറിയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വികാരനിർഭരമായ പ്രഭാഷണം നടത്തി. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വിദാഇൻ്റെ പ്രഭാഷണങ്ങൾ നമ്മൾ പറയും. അപ്പോൾ ഇസ്ലാമിൻ്റെ അവസാനത്തെ ഒരു കർമ്മമായിട്ടാണ് അൽഹംദുലില്ലാഹ് ഹജ്ജിനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഹജ്ജ് ചെയ്തതിന് ശേഷം റസൂലുള്ളാഹിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹാബി അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബിൻ്റെ കാലത്ത് ഈജിപ്തിൻ്റെ ഗവർണറായിരുന്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ കാലത്തോ ബൈത്തുൽ മുഖദ്ദസ് ഇസ്ലാമിന് കിട്ടിയിരുന്നില്ല. അത് ജൂതന്മാരുടെ കയ്യിലായിരുന്നു. പക്ഷെ അത് മോചിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച വ്യക്തിത്വമാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അന്ന് ബൈത്തുൽ മുഖദ്ദസ് ഉൾപ്പെടുന്ന ഈജിപ്തിൻ്റെ ഭരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നത്, ഗവർണറായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമിച്ചിരുന്നത് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ബൈത്തുൽ മുഖദ്ദസ് മോചിപ്പിക്കപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം അദ്ദേഹം മരിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ചുമരിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നുണ്ട് കട്ടിൽ. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരണാസന്നനായ സഹാബി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല പ്രഗത്ഭനായ സഹാബിയാണ്. ധാരാളം ഹദീസുകൾ റിവായത്ത് ചെയ്ത സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല. മോന് ചോദിച്ചു ഉപ്പാനോട്, അല്ല ഉപ്പ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അല്ല, ഉപ്പ മരിക്കാനായിട്ടുണ്ട്, ഉപ്പാക്ക് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നിട്ടുണ്ട്. അല്ല, തങ്ങളുടെ ഏറ്റവും അടുത്ത സഹാബിയായിരുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം ചുമരിൽ നിന്നും ഇങ്ങോട്ടേക്കൊന്ന് മുഖം തിരിച്ചു. എന്നിട്ട് മോൻ്റെ നേരെ നിന്നിട്ട് പറഞ്ഞു, അല്ല മോൻ അബ്ദുള്ള, ഞാൻ കരയുന്നതിൻ്റെ കാരണം നീ കേൾക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ വെച്ച് ധാരാളമായി എതിർത്തു. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൻ്റെ പ്രകാശം എനിക്ക് നൽകി. മദീനയിൽ വന്നുകൊണ്ടാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകുന്നത്. റസൂലുള്ളാഹി ദൂരത്ത് നിന്ന് കാണുകയാണ് മസ്ജിദ് നബവിയിൽ വെച്ച് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു വരുന്നത്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞ വാക്ക്, മക്ക അതിൻ്റെ കരളിതാ നമുക്ക് പറിച്ചെടുത്ത് തന്നിരിക്കുകയാണ്, അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമാകാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ആ സഹാബി വന്നു അൽഹംദുലില്ലാഹ്. എന്നിട്ട് സഹാബി പറയാണ് മോനോട്, കിടക്കുന്ന ആ സഹാബി പറയാണ് മോനോട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നു ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ബയ്യത്തിന് വേണ്ടി ഇങ്ങനെ കൈ നീട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ നേരെ കൈ നീട്ടിയപ്പോൾ ഞാൻ കൈ പിൻവലിച്ചു കളഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, അല്ലേ യാ അംർ, നീ എന്താണ് ഈ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ തങ്ങളെ ധാരാളമായി ചീത്ത പറഞ്ഞിട്ടുണ്ട്, ധാരാളമായി ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എനിക്ക് പുറത്തു തരണം, തങ്ങൾ വാഗ്ദാനം ചെയ്യണം, എങ്കിലേ ഞാൻ ബയ്യത്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നൊരു മനുഷ്യൻ കുഫറിൻ്റെ അവസ്ഥയിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ്റെ സകലമാന പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കും. ഒരാൾ കുഫറിലായിരുന്നു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവൻ്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും.
രണ്ടാമതായി പറഞ്ഞു, ഒരു മനുഷ്യൻ ഹിജ്റ ചെയ്ത് കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ മഖ്ബൂലായ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കും. 3 കാര്യങ്ങളാണ്. ഒന്ന്, കുഫറിൻ്റെ അവസ്ഥയിൽ നിന്നും ഈമാനിലേക്ക് പ്രവേശിച്ചു. 2, ഹിജ്റ ചെയ്തു മക്കയിൽ നിന്ന് മദീനയിലേക്ക്. 3, ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ സകലമാന പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മളോട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് പറയാണ്. എന്നിട്ട് മോനോട് പറയാണ്, മോനെ, എൻ്റെ ജീവിതത്തിൽ ചില അവസ്ഥകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നാമത്തെ അവസ്ഥ, ഞാൻ മക്കയിൽ ജീവിച്ചിരുന്ന അവസ്ഥയാണെന്ന് ഞാൻ റസൂലുള്ളാഹിനെ കാര്യമായിട്ട് എതിർത്തു. അന്നെങ്ങാനും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ കാര്യമായിട്ട് നരകത്തിലേക്ക് പോകുമായിരുന്നു. അള്ളാഹു എന്നെ കാത്തു. രണ്ടാമതായി പറഞ്ഞ്, ഞാൻ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിച്ച കാലത്ത് അൽഹംദുലില്ലാഹ് ആ കാലത്തെങ്ങാനും ഞാൻ മരണപ്പെട്ടിരുന്നുവെങ്കിൽ ഞാൻ നേരെ സ്വർഗത്തിലേക്ക് എത്തുമായിരുന്നു. കാരണം ഞാൻ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് കണ്ണുയർത്തി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇന്നുവരെ നോക്കിയിട്ടില്ല. അത്രയും സ്നേഹവും ബഹുമാനവുമായിരുന്നു എൻ്റെ ഹബീബിനോട് എനിക്ക്. മൂന്നാമത്തേത്, റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നൽകി. എന്നെ ചില നാടുകളുടെ ഗവർണർമാരാക്കി. പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും വീഴ്ചകൾ എൻ്റെ പറ്റിപ്പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല മരണത്തിൻ്റെ സമയത്ത് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അൽഹംദുലില്ലാഹ് ഒരു മനുഷ്യൻ മഖ്ബൂലായ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സകലമാന പാപങ്ങൾ, എന്തെല്ലാം പാപങ്ങൾ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാനുള്ള ഒരു അമലാണിത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി ഒരാഴ്ചയാണ് നമുക്ക് ബാക്കിയുള്ളത്. നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. തൗബ ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതാണ്, ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ തൗബ ചെയ്യാം. അള്ളാഹു ജീവിതത്തിൽ വന്നു പോയ അറിയുന്ന തെറ്റുകളുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റു പറയാം. കാരണം തൗബ ചെയ്യാൻ ഇത്രയും അൽഹംദുലില്ലാഹ് നമുക്ക് അർഹതപ്പെട്ട ഒരു വ്യക്തിത്വം ലോകത്ത് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. കാരണം എന്താണ്? നമ്മളെ രഹസ്യവും പരസ്യവും അറിയുന്നവൻ അള്ളാഹുവാണ്. ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കട്ടുനോട്ടവും നിങ്ങളുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളും അറിയുന്നവൻ അള്ളാഹുവാണ്. തെറ്റുകൾ മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച് അള്ളാഹുവിനോട് കരഞ്ഞ് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. എന്താ കണ്ണുനീർത്തുള്ളിൻ്റെ വില എത്രയാണ് നമുക്കറിയാത്തത് കൊണ്ടാണ്. ഒരു തുള്ളി കണ്ണുനീർ അൽഹംദുലില്ലാഹ് നമ്മളെ കണ്ണുനീങ്ങനെ വീണു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നരകത്തിൻ്റെ ആളിക്കത്തുന്ന തീയ അല്ലാഹു സുബ്ഹാനഹു വ തആല കെടുത്തിക്കളയുന്നുള്ളതാണ്. ഒരു ഹദീസിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരു കണ്ണുനീർത്തുള്ളി വന്നു. ആ കണ്ണുനീർത്തുള്ളിയുടെ വലിപ്പം ഒരു ഈച്ചൻ്റെ തലയത്രയുള്ളൂ, ഒരു ഈച്ചൻ്റെ തലൻ്റെ അത്രയുള്ളൂവെങ്കിലും നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് കറന്ന പാലകിടിലേക്ക് പോകുന്ന പോലെ പ്രയാസമാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് തൗബ ചെയ്ത് അൽഹംദുലില്ലാഹ് മടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തൗബ ചെയ്ത് കരഞ്ഞ് സമർപ്പിച്ച് ഒരു മഖ്ബൂലായ ഒരു ഹജ്ജിന് വേണ്ടിയുള്ളൊരു യാത്രയാണെന്നുള്ളൊരു ഓർമ്മയോട് കൂടി അൽഹംദുലില്ലാഹ് യാത്ര ചെയ്യാം. എങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഭൗതികമായ സംവിധാനങ്ങൾ ഇത് ഏത് സമയത്തും തകർന്നു പോകും. ഭൗതികമായ സംവിധാനങ്ങൾ അത് ഏത് സമയത്തും തകർന്നു പോകും. പൈസ ഉണ്ട് അല്ലേ, പൈസ ഇല്ലാതായി പോകും. യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, ഏതെങ്കിലും സമയത്ത് അത് ബന്ധായി പോകും. പക്ഷേ അള്ളാഹുവിൻ്റെ ഗൈബിയായ നുസ്രത്ത്, അദൃശ്യമായ അള്ളാഹുവിൻ്റെ സഹായം വന്നു കഴിഞ്ഞാൽ ലോകത്തൊരു ശക്തിക്ക് നമ്മളെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നമ്മൾ വേണ്ട എന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ലഭിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരു സംഘമായിട്ട് നമുക്ക് മാറാനാണ് സാധിക്കേണ്ടത്. അള്ളാഹ് അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ നമ്മളുടെ യാത്ര ഇൻഷാ അല്ലാഹ് അടുത്ത ബുധനാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ യാത്ര. അതിനെല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് 22-ാം തീയതി ബുധനാഴ്ച രാവിലെ ഇൻഷാ അല്ലാഹ് നമ്മളെ യാത്ര 7 മണിക്ക് ഇൻഷാ അല്ലാഹ് ആരംഭിക്കണം. അതിന് കണക്കായിട്ടായിരിക്കണം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടത്. പിന്നെ വൈകിപ്പോയി, അതായിപ്പോയി, ഇതായിപ്പോയി എന്ന് പറയരുത്. ഇൻഷാ അല്ലാഹ് 7 മണിക്ക് ഇൻഷാ അല്ലാഹ് പുറപ്പെട്ടാൽ മാത്രമേ ഇന്നത്തെ റോഡിൻ്റെ അവസ്ഥയും സംഗതിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഏകദേശം 3 മണിയാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് കോഴിക്കോട് എയർപോർട്ടിലേക്ക് എത്തണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഇൻഷാ അല്ലാഹ് 8 മണിക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് നീങ്ങണം. മഴ, റോഡ്, തിരക്ക്, പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൈകിപ്പോകും. അതുകൊണ്ട് 7 മണിക്ക് ഇൻഷാ അല്ലാഹ് മാലിക് ദിനാർ ഗ്രൗണ്ടിൽ വെച്ച് ഇൻഷാ അല്ലാഹ് പുറപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആ 7 മണിക്ക് ഇൻഷാ അല്ലാഹ് മാലിക് ദിനാർ ഗ്രൗണ്ടിലേക്ക് എത്തുന്ന രൂപത്തിലായിരിക്കണം കാസർഗോഡ് നിന്ന് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വരേണ്ടത്. അപ്പോൾ സ്വബീക്ക് ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അൽഹംദുലില്ലാഹ് അവർ സ്വബീക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ വരേണ്ടി വരും, അതല്ലെങ്കിൽ സ്വബി നിസ്കരിച്ച് ഉടനെ വരേണ്ടി വരും. അപ്പോൾ ആദ്യം നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് 7 മണിക്ക് ഇൻഷാ അല്ലാഹ് കാസർഗോഡ് നിന്ന് വിടാൻ വേണ്ടിയെങ്കിൽ 6:30 മണിക്ക് എല്ലാവരും റെഡിയായിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ മാലിക് ദിനാർ ഗ്രൗണ്ടിലേക്ക് എല്ലാവരും എത്തണം. നമ്മൾ രാവിലെ 6:30 മണിക്ക്. ഓക്കെ, രാത്രി 22 ബുധൻ നെക്സ്റ്റ് വെഡ്നസ്ഡേ ഇൻഷാ അല്ലാഹ്. അതിൽ മാറ്റമില്ല ഇൻഷാ അല്ലാഹ്. ഇതാണ്.
പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വിസ ഇതുവരെ അടിച്ചിട്ടില്ല. നിങ്ങൾ എല്ലാവരും പേപ്പറിലും വാട്സപ്പിലും കണ്ടിട്ടുണ്ടാവും തോന്നുന്നുണ്ട്, പ്രൈവറ്റ് ഗ്രൂപ്പിൻ്റെ വിസ അടിക്കുന്നതുമായി സംബന്ധമായ കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ മുതൽ വിസ അടിക്കാൻ വേണ്ടി തുടങ്ങി, പക്ഷേ നമ്മൾ വിസ അടിച്ചിട്ടില്ല. ഇത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇൻഷാല്ലാ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ അതിൽ ഒന്നാമത്തെ സംഗതി, ഇതുവരെ വിസ അടിച്ചിട്ടില്ല. ഇൻഷാല്ലാ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എല്ലാവരും വിസ അടിച്ച് കിട്ടാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, രണ്ട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യുക. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ഗൈബിയായ നുസ്രത്തിൻ്റെ വഴികളാണ്. ഒന്ന് പ്രാർത്ഥന, ദുആ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖളായത് പോലും അദ്ദുആ റദ്ദുൽ ഖളാ അല്ലേ, ദുആ ചെയ്തു കഴിഞ്ഞാൽ ഖളാനെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിമറിക്കുന്നുള്ളതാണ്. രണ്ടാമത്തത് അസ്സദഖ റദ്ദുൽ ബലായ. ഒന്ന് സദഖ ചെയ്യുക. അൽഹംദുലില്ലാഹ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. സദഖ ചെയ്യുക, ആയിരിക്കെങ്കിലും അൽഹംദുലില്ലാഹ് സദഖ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തന്നെ. ഇത് രണ്ടും റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്. പിന്നെ നോമ്പ് നോക്കുക. നോമ്പ് നോക്കിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഒരു അമലിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അമലുകൾ സദഖ ചെയ്യുക, ദുആ ചെയ്യുക, അൽഹംദുലില്ലാഹ് നോമ്പ് വെക്കുക, അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് നമ്മൾ കാര്യമായിട്ട് ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത ഇതാണ് നമ്മളെ ഷെഡ്യൂൾ. അൽഹംദുലില്ലാഹ് ആദ്യമായിട്ട് യാത്ര ആരംഭിക്കുകയാണ്. 7 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ബസ് പുറപ്പെടണം. അതിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് കാസർഗോഡ് നിന്ന് യാത്ര പുറപ്പെടുന്ന ആളുകൾ, ഇനി ബൈന്ന് കയറുന്ന ആൾ, ഇപ്പോൾ തലശ്ശേരിക്കാർ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് കയറിയാൽ മതി. ആ കയറുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നേരത്തെ പിന്നീട് അറിയിച്ചാൽ മതി. നമ്മൾ ഇൻഷാ അല്ലാഹ് കാഞ്ഞങ്ങാട് നിന്ന് കയറിയാൽ മതി ഇൻഷാ അല്ലാഹ്. അവിടുന്ന് കയറിയാൽ മതി ഇൻഷാ അല്ലാഹ് എയർപോർട്ടിലേക്ക്. അതെങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് നല്ലതാണ് ഇൻഷാ അല്ലാഹ്. എയർപോർട്ടിലേക്ക് 3 മണിയാകുമ്പോഴേക്ക് എത്തുന്ന രൂപത്തിൽ നിങ്ങൾ വന്നാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മളെ ഷെഡ്യൂൾ. ഇനി വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ്. നമ്മൾ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയാണ്. വഴിയിൽ വെച്ച് നമുക്ക് ഹജ്ജിൻ്റെ ഒരുക്കങ്ങൾക്കൊന്നും സമയം കിട്ടില്ല. എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്യും ഇൻഷാ അല്ലാഹ്, നമ്മൾ നേരെ വിമാനത്തിലേക്ക് കയറും. അപ്പോൾ ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെ നമ്മൾ വീട്ടിൽ നിന്ന് നടത്തണം. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇൻഷാ അല്ലാഹ്. ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് നിർത്തണം. 2-3 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, നഖം വെട്ടണം. അല്ല, ഇത് സുന്നത്താണ് അൽഹംദുലില്ലാഹ്, നമ്മൾ നഖം വെട്ടണം. 2, നമ്മളുടെ മുടിയെല്ലാം അൽഹംദുലില്ലാഹ് ഒന്ന് ഒപ്പിക്കണം. മൊട്ടയടിക്കരുത് ഇൻഷാ അല്ലാഹ്, ഇത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ പെണ്ണുങ്ങളാണെങ്കിലും എല്ലാം മുടിയെല്ലാം അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ കെട്ടിവെക്കാൻ പറ്റുന്ന രൂപത്തിലും, ഒന്നും പാറി പറയാത്ത രൂപത്തിലും, അതേപോലെ തന്നെ ഇഹ്റാമിൻ്റെ സമയത്ത് ഇതൊന്നും പോകാത്ത രൂപത്തിലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്ന് നഖം വെട്ടണം. 2, ഇൻഷാ അല്ലാഹ് മുടി, നമ്മളെ ശരീരത്തിന് നീക്കം ചെയ്യേണ്ട ഗുഹ്യഭാഗത്തും കക്ഷത്തിലുള്ള മുടികളൊക്കെ എല്ലാവരും രോമങ്ങൾ നീക്കം ചെയ്യണം, ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന നിലയിൽ. അതിനുശേഷം ഇഹ്റാമിൻ്റെ കുളിക്കണം. ഇഹ്റാമിൻ്റെ കുളിക്കണം ഇൻഷാ അല്ലാഹ്. ഇഹ്റാമിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നുള്ള നിയത്തിലാണ് നമ്മൾ കുളിക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ നിയത്തിൽ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ കുളിക്കുക, നഖം വെട്ടുക, ശരീരത്തിലെ രോമങ്ങൾ നീക്കം ചെയ്യുക, കുളിക്കുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ പോരേന്ന് ചെയ്യണം. കേട്ടില്ല. ഇനിയിപ്പോൾ വീണ്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഉണ്ട് ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയക്കുന്ന ആ നമ്പറിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി. അന്ന് രാവിലെ ചെയ്യലാണ് നല്ലത്. കാരണം ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു മക്കത്തേക്ക് ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അൽഹംദുലില്ലാഹ് നമുക്ക് കാര്യമായൊരു അതിഥിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഈ വർഷം നമ്മളെ കൂടെ അൽഹംദുലില്ലാഹ് ഹജ്ജിനും ഉണ്ട് അൽഹംദുലില്ലാഹ്. നേരത്തെ ഞങ്ങൾ 2019 വന്നിട്ട് ഹജ്ജ് ചെയ്തതാണ് അൽഹംദുലില്ലാഹ്. മാലിക് ദിനാർ പള്ളിയിലെ അൽഹംദുലില്ലാഹ് ജമാഅത്ത് പള്ളിയിലെ ഖത്തീബുനായ ഖാദിയായ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് ബാഖവി ഹഫിളഹുല്ലാഹു തആല, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് നമ്മളെ ഇൻഷാ അല്ലാഹ് ആശംസ അറിയിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. നഖം മുറിക്കുക, 2 ശരീരത്തിൻ്റെ കളയേണ്ട രോമങ്ങൾ കളയുക, 3-മത്തത് ഇൻഷാ അല്ലാഹ് നമ്മൾ കുളിക്കുക. ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നുള്ള നിയത്തോട് കുളിച്ച് അൽഹംദുലില്ലാഹ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്നും പുറപ്പെട്ട് സാധാരണ ധരിക്കുന്ന ഡ്രസ്സ് ധരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ വരിക, ബസ് പുറപ്പെടുന്നിടത്തേക്ക് വരിക. നമ്മളെ മാലിക് ദിനാറിലേക്ക് എത്തുക ഇൻഷാ അല്ലാഹ്. 7 മണിയാകുമ്പോൾ പുറപ്പെടുന്ന രൂപത്തിലാണ്. ഒരു 6:30 മണിയാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തണം. എല്ലാം റെഡിയാണല്ലോ അല്ലേ? അൽഹംദുലില്ലാഹ്. ഈ 3 കാര്യങ്ങൾ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നഖം, മുടി, അതേപോലെ തന്നെ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി. ഇനി കുളിക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് സാധാരണ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിനെ കുറിച്ചുള്ള വലിയൊരു ധാരണ നമുക്ക് വേണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു മരിച്ച ഒരാൾ ഒരുങ്ങുന്നത് പോലെയാണ് ഉംറയ്ക്ക് വേണ്ടി കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത്. മരിച്ച ആൾക്ക് ചെയ്യുന്ന കർമ്മങ്ങളാണ് ഉംറയ്ക്ക് ഇഹ്റാമിന് വേണ്ടി പ്രവേശിക്കുന്ന ആളുകൾക്ക് ചെയ്യാനുള്ളത്. 1-മത്തത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുളിക്കണം. 2-മത്തത് ഇഹ്റാമിൻ്റെ വസ്ത്രം മാറണം. 3-മത്തത് ഇഹ്റാമിന് വേണ്ടി നിസ്കരിക്കണം. 4-മത്തത് തവാഫിനും സയ്യിനും വേണ്ടി അല്ലെങ്കിൽ അമലുകൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് യാത്ര ചെയ്യണം. മരിച്ച ഒരാളെ കുളിപ്പിക്കും, അയാളെ കഫൻ പുടവ അണിയിപ്പിക്കും, അല്ല അയാൾക്ക് വേണ്ടി നിസ്കരിക്കും, അയാളെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകും. മരിച്ച ഒരാളെ നമ്മൾ ചെയ്യുന്ന 4 കർമ്മങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മരിച്ച ആളൊന്ന് കുളിപ്പിക്കുക, നമ്മൾ സ്വന്തമായിട്ടൊന്ന് കുളിക്കും. മരിച്ച ആൾക്ക് നമ്മൾ കഫൻ പുടവ അണിയിപ്പിക്കും, നമ്മൾ സ്വന്തമായി ഒന്ന് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കും. മരിച്ച ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കും, നമ്മൾ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കും. മരിച്ച ഒരാളെ പള്ളിയിലേക്ക് കൊണ്ടുപോകും, നമ്മുടെ ശരീരത്തിനെ ഇൻഷാ അല്ലാഹ് മക്കയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുക്കം. അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരുങ്ങണം ഇൻഷാ അല്ലാഹ്. ഒരു മരിച്ച ഒരാൾ ഒരുക്കുമ്പോൾ നമുക്ക് എത്ര ബേജാറുണ്ടാവും അല്ലേ? അയാൾ മരിച്ചുപോയി, പക്ഷേ കുളിപ്പിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ബേജാറുണ്ടാവും. പക്ഷേ ഇത് നമ്മളെ സ്വന്തമായിട്ട് ചെയ്യാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആഖിറത്തിൽ കാണും. മരിച്ച ആളെ കുളിപ്പിച്ച് ഇൻഷാ അല്ലാഹ് മരിച്ച ആളെ കുളിപ്പിക്കുന്നത് നമ്മൾ ഇൻഷാ അല്ലാഹ് സ്വന്തമായിട്ടൊന്ന് കുളിപ്പിക്കുന്നു.
മരിച്ച ആൾക്ക് 3 വസ്ത്രം കൊടുക്കുന്നുണ്ട്, നമുക്ക് 2 വസ്ത്രമേ ഉള്ളൂ, ഇഹ്റാമിൻ്റെ 2 വസ്ത്രം മാത്രമാണ്. അല്ല, മരിച്ച ആൾക്ക് വേണ്ടി നിസ്കരിക്കുന്നത് നമ്മൾ ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നത്. മരിച്ച ആൾ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഭവനം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പോട് കൂടി അൽഹംദുലില്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഷാ അല്ലാഹ് ഈ ഒരുക്കങ്ങളൊക്കെ നടത്തി നേരെ ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ മാലിക് ദിനാറിലേക്ക് വരണം. മാലിക് ദിനാറിന് നമ്മൾ ചെറിയൊരു അൽഹംദുലില്ലാഹ് യാത്രയായപ്പോൾ ഉണ്ടാകും. കാരണം ആളുകളെ നമ്മൾ യാത്രയാക്കാൻ വേണ്ടി വരും, ഹജ്ജിന് വേണ്ടി പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഉംറയ്ക്ക് വേണ്ടി പോവുകയാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലേ, ലാ തൻസാന സാലിഹ ദഅവാതക്കും, നിൻ്റെ നല്ല ദുആക്കളിൽ എന്നെ മറന്നു പോകരുതെന്ന് പറഞ്ഞു. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആലയോട് പറയാണ്, ഉംറയ്ക്ക് പോകുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടി ധാരാളം ആളുകൾ വരും. ഇൻഷാ അല്ലാഹ് നമ്മൾ അവർക്കൊക്കെ വേണ്ടി ഓർമ്മിച്ച് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. കാരണം ദുആക്ക് ഉത്തരം കിട്ടുന്ന മണ്ണിലേക്കുള്ള യാത്രയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മാലിക് ദിനാറിൽ വെച്ച് 7 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്ര ആരംഭിച്ചാൽ കഴിഞ്ഞാൽ മാത്രമേ ഇൻഷാ അല്ലാഹ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വഴി കുളിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ടാണുള്ളത്. നമ്മൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സ്, സ്ത്രീകൾ ഇഹ്റാമിന് നിങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് അത് തന്നെ ധരിച്ചിട്ട് വരിക. ആണുങ്ങൾ സാധാരണ നിങ്ങൾ എന്ത് പാൻറ്റും കുപ്പായോ തുണിയും കുപ്പായോ എന്താ എടുത്തിട്ട് വരിക. നിങ്ങളുടെ ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഹാൻഡ് ബാഗേജിൽ വെച്ചിട്ട് നിങ്ങൾ വരണം. ഇപ്പോൾ ഹാൻഡ് ബാഗേജ് കാണിക്കും ഇൻഷാ അല്ലാഹ്. ആ ഹാൻഡ് നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാനുള്ള ഒരു ബാഗ് ഇൻഷാ അല്ലാഹ് തരും. ആ ബാഗിലാണ് നിങ്ങൾ ഇത് വെച്ചിട്ട് വരേണ്ടത്. ആ ബാഗാണ് നമ്മൾ യാത്രയിൽ നമ്മളെ കൂടത്തിൽ നിങ്ങളെ മരുന്ന്, നിങ്ങളെ ബാക്കിയുള്ള സംഗതികളൊക്കെ അൽഹംദുലില്ലാഹ് വെക്കേണ്ടത് ആ സമയത്ത് അതാണ്. പിന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ഏകദേശം 8 മണിക്ക് മുമ്പായിട്ട് ഇഹ്റാമിൻ്റെ ഡ്രസ്സൊക്കെ മാറി അൽഹംദുലില്ലാഹ് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ബാഗാണ് ഇൻഷാ അല്ലാഹ്. കാര്യമായ ബാഗാണ് മൊയ്‌ലി ഈ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നത്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഓഫീസിൽ പോയിട്ട് ഈ ബാഗ് കളക്ട് ചെയ്തിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. തിരക്കില്ലാത്ത ആളുകൾക്ക്, അല്ലാത്ത ആളുകൾ നാളെ വന്നിട്ട് കളക്ട് ചെയ്താലും മതി ഇൻഷാ അല്ലാഹ്. ദൂരമുള്ള ആളുകളൊക്കെ ഇന്ന് തന്നെ കളക്ട് ചെയ്ത് പോയി. ഈ ബാഗ് റെഡിയാണ്. ഇനി ഈ ബാഗിൻ്റെ മേലെ ഇതിന് സ്ക്രാച്ച് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് പിന്നെ നിങ്ങൾക്ക് എത്തിച്ചേരും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ ലാസ്റ്റ് പോകുന്ന ദിവസം തരുമോ, നിങ്ങൾ ഈ കവർ ഇട്ടാൽ മതി. ഈ ബാഗിലാണ് നിങ്ങൾ ഇഹ്റാമിൻ്റെ വസ്ത്രം വെക്കേണ്ടത്. കേട്ടില്ലേ? ഈ ബാഗിൽ വെക്കരുത്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൂല. ഈ ബാഗിൽ നിങ്ങൾ ഇഹ്റാമിൻ്റെ വസ്ത്രം വെക്കണം. ബാക്കിയുള്ള സംഗതികളൊക്കെ ഈ ബാഗിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ മരുന്ന് എല്ലാ ദിവസത്തേക്കുള്ള മരുന്നല്ല, 2 ദിവസത്തേക്കുള്ള മരുന്ന് ഇതിൽ വെക്കുക. ബാക്കിയുള്ള ഇതിൽ തന്നെ വെക്കുക ഇൻഷാ അല്ലാഹ്. കേട്ടില്ല? ഇതിലാണ് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണം. മെയിൻ അതാണ്, ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കേണ്ടത് ഇതിലാണ്. പിന്നെ നിങ്ങൾക്ക് ഇഹ്റാമിൻ്റെ വസ്ത്രം കിട്ടൂല. ഇത് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ മാലിക് ദിനാറിലേക്ക് വരേണ്ടത്. ഇൻഷാ അല്ലാഹ്. അവിടെ നമ്മൾ ബസ് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞ് വഴിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉള്ള ഭക്ഷണം കഴിക്കും. പിന്നെ ളുഹറും അസ്റും ജമ്മും കസറായിട്ട് നിസ്കരിക്കും. 2-3 സംഗതികൾ നിങ്ങൾ പഠിക്കണം. ഒന്ന് ജമ്മും കസർ നിസ്കാരം, അതിൻ്റെ ഷർത്തുകൾ, അതിൻ്റെ ഫർളുകൾ, അതിൻ്റെ നിബന്ധനകൾ. രണ്ടാമത്തത് മയ്യത്ത് നിസ്കാരം എങ്ങനെയുള്ളത്. അതെല്ലാ വക്തിനും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. അല്ല, ഇതെന്ത് നിസ്കാരം ഇപ്പോൾ എന്ന് വിചാരിച്ചോണ്ടോ? പണ്ട് ഒരാളെ നമ്മളൊക്കെ 5-20 വന്നിട്ട് പറഞ്ഞിന് അവിടെ എത്തിയിട്ടാകുമ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയുള്ള നിസ്കാരമുണ്ട്. ഇത് നാട്ടിലുണ്ടായില്ലെങ്കിൽ വലിയ ഗുണമായിരുന്നു അല്ലേ? തഹജ്ജുദിൻ്റെ സമയത്ത് ബാങ്ക് കൊടുക്കും. അൽഹംദുലില്ലാഹ്. ഈ തഹജ്ജുദ് നിസ്കാരം അൽഹംദുലില്ലാഹ് നമ്മൾ ഭാഗമാക്കണം. പക്ഷേ എന്തായാലും അൽഹംദുലില്ലാഹ് നിങ്ങൾ പ്രത്യേകിച്ച് അൽഹംദുലില്ലാഹ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ഈ ജമ്മ് കസർ? ഇൻഷാ അല്ലാഹ് ജമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്ത് നിസ്കരിക്കുക, കസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി നിസ്കരിക്കുക. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. അല്ല, ളുഹർ അസറിനോട് ചേർക്കുക, അതേപോലെ തന്നെ മഗ്‌രിബ് ഇശാനോട് ചേർക്കുക, അങ്ങനെ ചേർത്ത് നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ നമുക്ക് നിർവഹിക്കേണ്ടതായിട്ട് വരും. അൽഹംദുലില്ലാഹ് യാത്രയിലല്ല കുറേ സമയത്ത് നമുക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം എന്താണ് ഈ ജമ്മ് നിസ്കാരം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, നമ്മൾ ആദ്യത്തെ നിസ്കാരം തന്നെ ജമ്മായിട്ടായിരിക്കും നമ്മൾ നിസ്കരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ളുഹറും അസറും നമ്മൾ എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ജമ്മും കസറുമായിട്ട് നിസ്കരിക്കും. ളുഹറും അസറും ഒന്നിച്ച് നിസ്കരിക്കും, 2 റക്അത്തായിട്ട് നിസ്കരിക്കും. ഇൻഷാ അല്ലാഹ് ഒരേ നിയത്താണ്. അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ളുഹർ നിസ്കാരം 2 റക്അത്തായിട്ട് നിസ്കരിക്കും എന്ന് പറയും. പിന്നെ സലാം വീട്ടുന്നതിന് മുമ്പ് തന്നെ അൽഹംദുലില്ലാഹ് അസറിനെ നമ്മൾ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കരുതണം. എന്നിട്ട് സലാം വീട്ടിയ ഉടനെ നമ്മൾ വീണ്ടും കൈ കെട്ടിയിട്ട് നിസ്കരിക്കും. അസർ നിസ്കാരം ളുഹറിനോട് മുന്തിച്ച് ജമ്മ് ചെയ്ത് ഞാനിതാ കസറായി നിസ്കരിക്കുന്നു. 2 നിസ്കാരം അൽഹംദുലില്ലാഹ് പൂർത്തിയായി. പിന്നെ നമ്മൾ അതിൽ അസറിന് ളുഹറിന് നിസ്കരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇത് നമ്മൾ അൽഹംദുലില്ലാഹ് ഒന്ന് പഠിക്കണം. അതേപോലെ തന്നെ മയ്യത്ത് നിസ്കാരങ്ങൾ എല്ലാ വക്തിനും മിക്കവാറും എല്ലാ വക്തിനും ഹറമിൽ മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടുന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടിയുള്ള സമയമായി. ആദ്യത്തെ തക്ബീറിൽ അൽഹംദുലില്ലാഹ് ഫാത്തിഹ, 2ാമത്തെ തക്ബീറിൽ സ്വലാത്ത്, 3ാമത്തെ തക്ബീറിൽ ദുആ, 4ാമത്തെ തക്ബീറിന് ശേഷം സലാം വീട്ടുക. ഈ കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾ മിനിമം അൽഹംദുലില്ലാഹ് ഇത്രയും പഠിക്കണം. പിന്നെ സ്ത്രീകൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു റക്അത്തിൽ എത്തിക്കഴിഞ്ഞാൽ, അല്ലെ, ഒരു ഇമാമ് നിസ്കരിച്ച് ഒരു റക്അത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബാക്കി നിസ്കരിക്കേണ്ടത്. അൽഹംദുലില്ലാഹ് ഇതും കൂടി നിങ്ങൾ പഠിക്കണം. നമ്മളവിടെ എത്തിയിട്ടായിട്ട് അല്ലാഹ് ഇതുവരെ നിസ്കരിക്കേണ്ട എങ്ങനെയെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമാണ്. ഒരു നിസ്കാരത്തിന് നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ 1 ലക്ഷം പ്രതിഫലമാണ്, 27 ലക്ഷമാണ് അൽഹംദുലില്ലാഹ് നമുക്ക് എത്ര പ്രതിഫലം ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ നമുക്ക് കൂടിയാൽ കിട്ടുക. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കട ഇമാമ് ആദ്യത്തെ അത്തഹിയ്യാത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ആദ്യത്തെ റക്അത്തിൽ എത്തിക്കഴിഞ്ഞാൽ 2 റക്അത്ത് ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കണം. സലാം വീട്ടാണ്ട് 2 റക്അത്ത് നമ്മൾ പൂർത്തിയാക്കണം.
ഇതെല്ലാം എങ്ങനെയെന്നുള്ളത് അൽഹംദുലില്ലാഹ് നമ്മൾ അറിയുന്ന ആളുകളോട് അൽഹംദുലില്ലാഹ് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ യാത്ര ചെയ്യണം. യാത്രക്കാരാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഇൻഷാ അല്ലാഹ് ളുഹറും അസറും വഴിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഭക്ഷണത്തിൻ്റെ സമയത്ത് നിർത്തും. ഇൻഷാ അല്ലാഹ് ജമ്മും കസറുമായിട്ട് ഇൻഷാ അല്ലാഹ് ളുഹർ അസർ നമസ്കരിക്കും. 2 റക്അത്ത് ളുഹർ 2 റക്അത്ത് അസർ ഇൻഷാ അല്ലാഹ് ചേർത്ത് ജമ്മു ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമസ്കരിക്കും. നമസ്കരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഇൻഷാ അല്ലാഹ് എയർപോർട്ടിലേക്ക് പോകും. എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളെ എമിഗ്രേഷനും മറ്റുള്ള സംഗതികളൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ത്രീകൾ ഇപ്പോൾ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ തന്നെയാണുള്ളത്. ആണുങ്ങൾ വസ്ത്രം മാറും ഇൻഷാ അല്ലാഹ്. ആടുന്നാണ് നമ്മൾ വസ്ത്രം മാറുന്നത്. വസ്ത്രം മാറി ഇൻഷാ അല്ലാഹ് നമ്മൾ നിയ്യത്ത് ചെയ്യും. നിയ്യത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ നമ്മൾ മീഖാത്തിലേക്ക് എത്തുന്നതിന് മുമ്പാണ് സാധാരണഗതിയിൽ നിയ്യത്ത് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ എല്ലാ സമയത്തും യാത്ര ചെയ്യുമ്പോൾ എയർപോർട്ടിൽ വെച്ച് തന്നെ നമ്മൾ നിയ്യത്ത് ചെയ്യും. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഹജ്ജിനോ ഉംറക്കോ പുറപ്പെട്ട് മീഖാത്തിന് മുമ്പായിട്ട് അയാൾ നിയ്യത്ത് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് നിയ്യത്ത് പൂർത്തിയാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വിമാനത്തിലാണ്, കുറേ ആളുകളുണ്ടാകും, പരസ്പരം പറഞ്ഞു തരാൻ ചിലപ്പോൾ കറ്റിയെന്ന് വരില്ല. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് എയർപോർട്ടിൽ വെച്ച് തന്നെ നിയ്യത്ത് പറഞ്ഞു തരും. നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിയ്യത്തുകൾ മനസ്സിലാണ്. ഹജ്ജിൻ്റെയും ഉംറയുടെ നിയ്യത്ത് ഇൻഷാ അല്ലാഹ് നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ മദീന പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു. ദുൽഹുലൈഫ എന്നറിയപ്പെടുന്ന, ഇന്ന് ബീർ അലി എന്നറിയപ്പെടുന്ന, അബിയാർ അലി എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തേക്ക് എത്തി. ഉയർന്ന സ്ഥലത്ത് കയറി എന്ന് ഉറക്കെ പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് നമുക്ക് തെളിവായിട്ട് ഉദ്ധരിക്കാനുള്ളത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് നവൈത്തുൽ ഉംറത്ത, നമ്മൾ ഉംറക്ക് വേണ്ടിയാണ് പോകുന്നത്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 3 തരത്തിലുള്ള ഹജ്ജാണുള്ളത്. 1 ഇഫ്രാദ്, 2 ഖീറാന്, 3 തമത്ത്. നമ്മൾ നിർവഹിക്കുന്ന ഹജ്ജിൻ്റെ പേര് തമത്ത് ആയ ഹജ്ജാണ് അല്ലേ? തമത്ത് എന്ന് പറയപ്പെടുന്ന ഹജ്ജാണ് നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഉംറ ചെയ്യും, തഹല്ലുലാവും. ഹജ്ജിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടാമതായിട്ട് ഇൻഷാ അല്ലാഹ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കും. ഹജ്ജിനാണ് നമ്മൾ പോകുന്നത്, പക്ഷേ ഉംറക്ക് ഇഹ്റാം കെട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഉംറൻ്റെ നിയത്തിലാണ് പോകുന്നത്. നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഉംറ ചെയ്യാൻ കരുതി ഇഹ്റാമിൽ പ്രവേശിച്ചുള്ള നിയത്തോടു കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടുന്ന് ഇഹ്റാമിലേക്ക് പ്രവേശിക്കും. ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട സുന്നത്തായ അമലുകൾ, 1 തൽബിയത്ത് പറയാന്നുള്ളതാണ്. ഇഹ്റാമിൽ മറ്റെല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായത് തൽബിയത്ത് പറയാന്നുള്ളത്. തൽബിയത്ത് എല്ലാവരും തെറ്റുകൂടാതെ പറയാൻ വേണ്ടി പഠിക്കണം. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾക്ക് ബുക്ക് തരും ഇൻഷാ അല്ലാഹ്, 2 പുസ്തകങ്ങൾ തരും ഇൻഷാ അല്ലാഹ്. ഇത് ചെറിയൊരു ഉംറൻ്റെ രൂപമാണ്, വളരെ ചെറുതാണ് ഇൻഷാ അല്ലാഹ്. ഇതിൽ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഹജ്ജുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ അമലുകളുള്ള കിതാബാണ്. ഇത് അബ്ദുസ്സമദ് പൂക്കോട്ടൂരിൻ്റെതാണ്. ഇത് മൗലവി ട്രാവൽസ് തന്നെ തയ്യാറാക്കിയ മൗലവി ഹജ്ജ് ആൻഡ് ഉംറ സിയാറിൻ്റെ ചെറിയൊരു കിതാബാണ്. തൽബിയത്ത് തെറ്റുകൂടാതെ പറയണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ് ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അമൽ തൽബിയത്ത് പറയാന്നുള്ളതാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇതിൻ്റെ അർത്ഥം അൽഹംദുലില്ലാഹ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിനോട് പറയുന്നത്. അള്ളാഹ് നീ വിളിച്ചു, നിൻ്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകുകയാണ്. നീ വിളിച്ചു, നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുകയാണ്. ഇന്നൽ ഹംദ, അല്ലാഹു എല്ലാ സ്തുതിയും നിനക്ക് മാത്രമാണ്. വന്നിഅമത, മുഴുവൻ നിഅമത്തുകൾ അത് നിൻ്റെ ഭാഗത്താണ് എനിക്ക് കിട്ടിയത്. ലക വൽ മുൽക്ക്, അല്ലാഹു നീക്കാണ് മുഴുവൻ അധികാരവും, അല്ലാഹു നിനക്കാണ്. ലാ ശരീക ലക്, നിനക്കൊരു പങ്കുകാരനുമില്ല. അൽഹംദുലില്ലാഹ് ഇത് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് പറയാം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുആ പറയാം. സാധാരണഗതിയിൽ ദുആ പറയൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖ്തിക വന്നാർ. അല്ലാഹുമ്മ അല്ലാഹു ഇന്നാ നസ്അലുക, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, റിളാക നിൻ്റെ തൃപ്തിയെ, വൽ ജന്ന സ്വർഗ്ഗത്തെയും, വനഊദു ബിക നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു, മിൻ സഖ്തിക നിൻ്റെ കോപത്തിൽ നിന്നും, വന്നാർ നരകശിക്ഷയിൽ നിന്നും അല്ലാഹു നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു പറഞ്ഞ് ആ ദുആ പറയും. ഇത് കറിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ നിഷിദ്ധമായ മുഴുവൻ കാര്യങ്ങളും നമുക്ക് നിഷിദ്ധമാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അൽഹംദുലില്ലാഹ് ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട് നമ്മൾ തടയണം. ഇനി ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ ഫിദിയ കൊടുക്കേണ്ടതായിട്ട് വരും. 1 നഖം മുറിഞ്ഞു പോകാൻ പാടില്ല. 2 മുടി ഇത് കൊഞ്ഞു പോകാൻ പാടില്ല. 3 തുന്നിയ വസ്ത്രങ്ങൾ ആണുങ്ങൾ ധരിക്കാൻ പാടില്ല. തുന്നിയ വസ്ത്രം പറഞ്ഞാൽ ഇപ്പോൾ തൊപ്പി, അതേപോലെ തന്നെ ഉള്ളിലിടുന്ന വസ്ത്രങ്ങൾ, പിന്നെ സോക്സ്, തലമറക്കാൻ പാടില്ല. ഇതൊന്നും ധരിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. അപ്പോൾ ഈ 2 തുണി മാത്രമാണ് ആണുങ്ങൾക്ക് അനുവദനീയമായിട്ടുള്ളത്. എന്നാൽ ബെൽറ്റ് അത് ഉപയോഗിക്കുക, അത് വസ്ത്രമല്ല.
അല്ല, ബെൽറ്റ് ഉപയോഗിക്കുക, വാച്ച് ഉപയോഗിക്കുക, കണ്ണട ഉപയോഗിക്കുക, മൊബൈൽ ഉപയോഗിക്കുക, ഇതൊന്നും വസ്ത്രമല്ല. വസ്ത്രത്തിൽപ്പെട്ട സംഗതികൾ, തൊപ്പി, സോക്സ്, ബനിയന്, ഷഡ്ഡി, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ആണുങ്ങൾ, സ്ത്രീകൾക്ക് ഇതെല്ലാം അനുവദനീയമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സംഗതികളെ അൽഹംദുലില്ലാഹ് നമുക്ക് അനുവദനീയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ നഖം കടിച്ചു പോയി എങ്കിൽ അദ്ദേഹത്തിന് അറിയാതെയാണെങ്കിൽ പ്രശ്നമില്ല, അറിഞ്ഞിട്ടാണ് കടിക്കുന്നതെങ്കിൽ അതിന് ഫിദിയ കൊടുക്കേണ്ടതായിട്ട്. ഉള്ളവർ മുടിയെടുത്തു, അല്ല ഒരു മുടി എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കുള്ള ഭക്ഷണം, 2 മുടി എടുത്തു കഴിഞ്ഞാൽ 2 ആൾക്കുള്ള ഭക്ഷണം, 3 മുടി എടുത്തു കഴിഞ്ഞാൽ ഒരാടിന് അറുത്തിട്ട് കൊടുക്കണം. ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ സമയത്ത് 3 മുടി ഒരാൾ ബോധപൂർവ്വം എടുത്തു കഴിഞ്ഞാൽ ഇത് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇഹ്റാമിൽ ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളെ തൊട്ട് ആ സമയത്ത് ഈ ഉംറ തീരുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ഓർമ്മപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. എങ്കിൽ നിങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന അമലുകളാണ്, നിങ്ങൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം നിങ്ങൾക്ക്, നമ്മൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലം നമുക്കുമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ സ്വന്തം ബോധത്തോടു കൂടി അൽഹംദുലില്ലാഹ് അമലുകൾ ചെയ്യണം. നമ്മളുടെ സ്വന്തം അമലുകൾ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളെല്ലാവരും കേൾക്കാം ഇൻഷാ അല്ലാഹ്. നേരെ വിമാനം എയർപോർട്ടിലേക്ക് പോകും, ജിദ്ദ എയർപോർട്ടിലേക്ക് പോകും. ഹജ്ജ് ടെർമിനലായിരിക്കും ഇൻഷാ അല്ലാഹ് ഹാജിമാരെ മുഴുവൻ ഇറക്കുന്നത്. ഹജ്ജ് ടെർമിനലിൽ കുറേ സമയം അൽഹംദുലില്ലാഹ് അതിൻ്റെ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ നിൽക്കേണ്ടതായിട്ട് വരും. അവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ മക്കയിലേക്ക് ഇൻഷാ അല്ലാഹ് യാത്ര ചെയ്യും. മക്കയിൽ അൽഹംദുലില്ലാഹ് ഹറമിൻ്റെ ഏറ്റവും അടുത്ത ഹിൽട്ടൺ കൺവെൻഷൻ എന്ന് പറയുന്ന 74 നമ്പർ ഗേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മളുടെ യാത്ര. അത് എളുപ്പമാക്കി തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയുള്ള ഒരു ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം എത്രാം തീയതി വരെ ഇൻഷാ അല്ലാഹ്? 2-ാം തീയതി മുതൽ ഏകദേശം ജൂൺ 11-ാം തീയതി വരെ ഇൻഷാ അല്ലാഹ് ഏകദേശം 10 ദിവസക്കാലം അള്ളാഹുവിൻ്റെ 22 മുതൽ ജൂൺ 2 വരെ അല്ലേ? 22 മുതൽ ജൂൺ 2 വരെ ഇൻഷാ അല്ലാഹ്. ഇത്രയും ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഹോട്ടലിലായിരിക്കും താമസം. പക്ഷേ ഈ ഹോട്ടലിൽ താമസിക്കുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്കാണ്, ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഈമാൻ്റെ അറവുശാലയാണ് സത്യത്തിൽ. ആ ക്യാൻറ്റീനിൽ പോയാൽ എങ്ങനെ നമ്മൾ ഈമാൻ ഫസാദായി പോകും. ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് പറയാം, നമ്മളെ പുരയിലുള്ള ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, അറിയുന്ന ആളുകൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പുരയിൽ മേശയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കില്ല. അല്ല, ആണുങ്ങൾ കഴിച്ചിട്ടേ പെണ്ണുങ്ങൾ കഴിക്കുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാ നാട്ടുകാരും എല്ലാ ആളുകളും ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. നമ്മളെ ഈമാൻ സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. വേറെ ആരും നമ്മളെ വരൂല, നമ്മളെ ഖബറിലേക്ക് ആരും വരൂല, നമ്മളെ കിതാബ് ആരും നോക്കൂല. പക്ഷേ നമ്മളവിടെ ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളുള്ളതാണ്, എല്ലാ നാട്ടുകാരും ഉണ്ടാകും. പക്ഷേ നമ്മൾ വേഗം ഭക്ഷണം എടുക്കുക, നമ്മൾ ഭക്ഷണം എടുത്ത് വേഗം കഴിക്കുക, അൽഹംദുലില്ലാഹ് നമ്മൾ പോയിട്ട് ഉപയോഗിക്കുക. കൂടുതൽ സമയം നമ്മൾ ക്യാൻറ്റീനിൽ ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ ഫസാദായി പോകും. ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്നത് എന്നെ അടുത്ത് പറയാനാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. വളരെ സൂക്ഷ്മതയോടു കൂടി നമ്മൾ കഴിഞ്ഞുകൂടേണ്ട സ്ഥലമാണ് ക്യാൻറ്റീൻ എന്ന് പറയുന്ന സ്ഥലം. എല്ലാ ആളുകളും ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എത്രയും പെട്ടെന്ന് അൽഹംദുലില്ലാഹ് ഭക്ഷണം എടുക്കുക, നമ്മളെ ഭക്ഷണം കഴിക്കുക, വേഗം അൽഹംദുലില്ലാഹ് നമ്മൾ അവിടുന്ന് സ്ഥലം കാലിയാക്കുക. നമ്മുടെ ഈമാന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മോശമായൊരു നോട്ടം നമ്മുടെ എത്രയോ നമസ്കാരത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മോശമായ നോട്ടം, മോശമായ സംസാരം, മോശമായ പ്രവർത്തനങ്ങൾ, ഇതൊന്നും ഒരിക്കലും എന്ത് പാടില്ല, ഹറമിൽ നിന്ന് ചിന്തിക്കാൻ പോലും പാടില്ല എന്നുള്ളതാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. അൽഹംദുലില്ലാഹ് നന്മക്ക് 1 ലക്ഷം പ്രതിഫലം കിട്ടുന്നത് പോലെ തന്നെ തിന്മക്ക് താക്കീത് ചെയ്ത ഭൂമിയാണ് പരിശുദ്ധമായ ഹറമിൻ്റെ ഭൂമി. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ഓരോരുത്തരും ആ ക്യാൻറ്റീനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഈമാന് കാത്തു, കാരണം ഏകദേശം 4000-ഓളം ഹാജിമാർ താമസിക്കുന്ന ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടി തന്നെ ആയിരിക്കണം അൽഹംദുലില്ലാഹ് നമ്മൾ കഴിഞ്ഞുകൊണ്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തത് ഇൻഷാ അല്ലാഹ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. നമ്മൾ പോയത് എന്തിനാണ്? ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നതല്ല, പിന്നെ എന്തിനാണ് പോകുന്നത്? ഒരു ഇബാദത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. ആ ഇബാദത്ത് എങ്ങനെയുള്ള ഇബാദത്താണ്? ജീവിതകാലം മുഴുവൻ ചെയ്ത തെറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കണം. ഇത് പുതിയ തെറ്റുകളുമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു യാത്രയല്ല, മറിച്ച് ജീവിതത്തിൽ എന്തെല്ലാം തെറ്റ് അറിഞ്ഞും അറിയാതെയും അല്ല പരസ്യമായും രഹസ്യമായും രാത്രിയും പകലും ചെയ്തു പോയിട്ടുണ്ടോ ആ തെറ്റുകൾ മുഴുവനും അള്ളാഹു വാഗ്ദാനം ചെയ്ത ഒരു ഭൂമിയിലേക്കുള്ളൊരു യാത്രയാണ്. അതുകൊണ്ട് വിശുദ്ധമായ ഹറമിൽ താമസിക്കുന്ന കാലത്ത് മുഴുവനും നമ്മൾ അൽഹംദുലില്ലാഹ് ആ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് തന്നെ ഹറമിൽ താമസിക്കണം. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ നിങ്ങളോട് 200 ചില്ലറ വർഷം നോമ്പ് നോക്കിയാലേ ഒരു നോമ്പിൻ്റെ കൂലി കിട്ടും എന്നുള്ളത്. ജുമാനെ നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ പക്ഷേ നമുക്കൊരു ജുമാ അവിടെ കിട്ടും. ഒരു ജുമാൻ്റെ കൂലി എത്രയാണ്? നമ്മളിപ്പോൾ ബുധനാഴ്ച പോകും, വ്യാഴാഴ്ച അൽഹംദുലില്ലാഹ് ജുമാനെയാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. എത്രയാണ് ഒരു ജുമയുടെ കൂലി? 1 ലക്ഷം ജുമാ നിസ്കരിച്ച കൂലിയാണ് കിട്ടുന്നുള്ളത്. 1 ലക്ഷം ജുമാ നമ്മുടെ നാട്ടിൽ നിസ്കരിക്കണമെങ്കിൽ എത്ര കാലം നമ്മൾ ജീവിക്കണം? ഒന്ന് കണക്കൂട്ടി. ഒരു കൊല്ലത്തിൽ എത്ര ആഴ്ചയുള്ളത്? എത്ര ആഴ്ച? 52 അല്ലേ? 52 ആഴ്ച അല്ലേ? 54 ആഴ്ച. ഒരു കൊല്ലത്തിൽ 54 ആഴ്ചയാണ്. 10 കൊല്ലത്തിൽ 540 ആഴ്ച. 100 കൊല്ലത്തിൽ 5400 ആഴ്ച. 1000 കൊല്ലത്തിൽ 54000 ആഴ്ച. 2000 കൊല്ലം ജീവിച്ചാലേ 1 ലക്ഷം നിസ്കാരം കിട്ടും, ജുമ കിട്ടുള്ളൂ. എത്ര കൊല്ലം ജീവിക്കണം? 2000 കൊല്ലം ജീവിക്കണം. ഒരു ജുമ നമുക്ക് പാഴായി പോയി കഴിഞ്ഞാൽ 2000 കൊല്ലം നാട്ടിൽ ജുമാക്ക് പങ്കെടുത്ത പ്രതിഫലമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്.
അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ കണക്ക് കൂട്ടണം. അൽഹംദുലില്ലാ എൻ്റെ അമലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്ന പ്രതിഫലം വണ്ണമായ പ്രതിഫലമാണ്. ദുനിയാവിലെ കാൽക്കുലേറ്റർ തോറ്റുപോകും ആ പ്രതിഫലം കണ്ടു കഴിഞ്ഞാൽ. അത്രയും വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അപ്പോൾ പോയപ്പോൾ തന്നെ അൽഹംദുലില്ലാ നമ്മൾ മാനസികമായിട്ട് തയ്യാറാവും. പല ആളുകളും ഉണ്ടാവും. 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരോട് സത്യം ചെയ്തുകൊണ്ട് പറയാണ്. എന്താ 3 കാര്യങ്ങൾ? ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഈ 3 കാര്യങ്ങൾ നാട്ടിൽ നിങ്ങൾക്ക് ഹറാമാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യൽ പാപങ്ങളാണ്. പക്ഷേ ഹജ്ജിൻ്റെ സമയത്ത് അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ പാപം ചെയ്യരുത്, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പാപം ചെയ്യരുത്. ലാ ജിദാല ഫിൽ ഹജ്ജ്, നിങ്ങൾ പരസ്പരം തർക്കിക്കരുത്. ഏറ്റവും കൂടുതൽ തർക്കത്തിൻ്റെ ഭൂമിയാണ് ഹജ്ജിൻ്റെ ഭൂമി. പല ആളുകളും പല രൂപത്തിൽ ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്? അൽഹംദുലില്ലാ നമുക്ക് അറിയുന്ന രൂപത്തിൽ അൽഹംദുലില്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തനുസരിച്ചുള്ള ഒരു രീതിയാണ് അൽഹംദുലില്ലാ നമ്മൾ സത്യത്തിൽ അൽഹംദുലില്ലാ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കൽ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം. ഇൻഷാ അല്ലാഹ് നമ്മൾ തിരുത്താൻ വേണ്ടി തയ്യാറാണ്. ആരാലും ഇപ്പോൾ ഇദ്ദേഹം നമ്മളെ കൂടെ അൽഹംദുലില്ലാ 2019 ഹജ്ജ് ചെയ്താണ്. അത് പലപ്പോഴും പറയും, കുറേ വട്ടം ഞാൻ ഹജ്ജിനും ഉംറക്കല്ലിനും പോയിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു ഹജ്ജും ഉംറ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും ഞാൻ അൽഹംദുലില്ലാ നേരത്തെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഇതുപോലൊരു ഹജ്ജിന് വേണ്ടിയിട്ടാണ് ഞാൻ ദുആ ചെയ്തത്. എന്തുകൊണ്ടാണ്? നമ്മൾ അൽഹംദുലില്ലാ നിങ്ങളുടെ ഹജ്ജുകൾ ഒരു വിധത്തിലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അൽഹംദുലില്ലാ വലിയൊരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് അൽഹംദുലില്ലാ നമ്മൾ ഈ പറയുന്നത്. പിന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവും. കേരളക്കാരെന്ന് പറഞ്ഞാൽ തന്നെ സുന്നി ഉണ്ടാവും, മുജാഹിദ് ഉണ്ടാവും, ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാവും, തബ്ലീഗ് ഉണ്ടാവും, എല്ലാ ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പക്ഷേ നമ്മളൊരു അമീർ എന്ന നിലയിൽ അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു രീതി എന്ന നിലയിൽ നമുക്ക് അൽഹംദുലില്ലാ പരിപൂർണമായിട്ടും എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അൽഹംദുലില്ലാ യാതൊരു വിധത്തിലുള്ള വിദഅത്തുകളോ ശിർക്കുകളോ മറ്റൊന്നും ചെയ്യാത്ത രൂപത്തിൽ അൽഹംദുലില്ലാ തൗഹീദിൽ പൂർണ്ണമായിട്ടും ഉറച്ചു നിന്നുകൊണ്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടും നിയത്തോടും കൂടിയാണ് അൽഹംദുലില്ലാ നമ്മൾ നിർവഹിക്കുന്നത്. അതായത് നമുക്ക് തൗഫീഖ് നൽകുമാറാട്ടെ. കാരണം ഇതൊക്കെ ചെയ്ത് പാഴായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ വേണ്ടി പോകുന്നത്? ചെയ്യണം, അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകാര്യമായി കാണണം. നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വിളിക്കണമല്ലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലേ, എൻ്റെ സച്ചരിതരായ ഇബാദുകളുടെ കൂടെ, നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോന്ന് പറയുന്ന ആ വിഭാഗത്തിൽ അൽഹംദുലില്ലാ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ട് നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അൽഹംദുലില്ലാ മറന്ന് ഒരു നല്ലൊരു രീതിയിലേക്ക് അൽഹംദുലില്ലാ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വളരെ 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 സന്തോഷത്തോടു കൂടി അൽഹംദുലില്ലാ നമുക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി സാധിക്കും. പലപ്പോഴും അൽഹംദുലില്ലാ നമ്മൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഒരു മനുഷ്യന് അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ വണ്ടിയിൽ സീറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഞാൻ മദീനത്തേക്ക് കയറി ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ വണ്ടി ബദറിൽ കൂടിയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കുറച്ചൊരു സലഫി ആശയക്കാരനായ ഒരാളാണ്. അൽഹംദുലില്ലാ ഭയങ്കര തർക്കക്കാരനും ഭയങ്കര ഒരു ഗുൽമാലുള്ളൊരു മനുഷ്യനായിരുന്നു. കയറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മളിങ്ങനെ സീറ്റിലിരുന്ന സമയത്ത് തന്നെ അയാൾ എന്നോട് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ബദറിൽ കൂടിയിട്ട് പോകുന്നത്? ബദറിൽ എന്താ ഉള്ളത്? റസൂലുള്ളാഹിയും സഹാബത്തും സംഗതിയും കാര്യങ്ങളൊന്നും അവിടെ പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങളെ നമ്മൾ ഫ്രീ ആയിട്ടാണ് കയറ്റിയിട്ടുള്ളത്, നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഇരിക്കാമല്ലോ, നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് പോകാതെ. ബദറിലേക്ക് അൽഹംദുലില്ലാ എത്തി. അൽഹംദുലില്ലാ നമ്മൾ ബദർ സന്ദർശിച്ചു. ബദറിലെ ഖബർസ്ഥാനിൽ പോയി സലാം പറഞ്ഞു. മസ്ജിദുൽ അരീസിൽ പോയി അൽഹംദുലില്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വന്ന ആ സംഗതികളൊക്കെ നമ്മൾ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിനെ കുറിച്ച് പറഞ്ഞതാണ്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു വഅദ്ദ ലഹും ജന്നാത്തുൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലിക്കൽ ഫൗസുൽ അളീം. ഈ ഒരു സന്ദേശമാണ് ബദരീങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഈ സംഗതികളൊക്കെ അൽഹംദുലില്ലാ നമ്മൾ ആ ബദറിൻ്റെ ആ മസ്ജിദുൽ അരീസിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, സഹാബാക്കളുടെ രീതി, അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ ബദറിലെ ആ നമ്മളെ അൻസാറുകളും മുഹാജിറുകളുമായ ആ സഹാബാക്കൾ കൊടുത്ത നിർദ്ദേശങ്ങൾ, അവസാന ശത്രുക്കളെ പരാജയപ്പെടുത്തി ഈ രംഗങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ബസ്സിൽ കയറിയപ്പോൾ ഇതേ മനുഷ്യനോട് പറയുകയാണ്, മുഴുവൻ ആളുകളെയും നിങ്ങൾ ബദറിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ, കാരണം ഞാൻ വരെ അറിഞ്ഞിട്ടില്ല ബദറിൻ്റെ കഥ ഇങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊതുവേ സലഫികളായ ആൾ, ഞാൻ പറഞ്ഞു നിങ്ങൾ പല സംഗതികൾ ഇങ്ങനെ പകുതിയിൽ വെച്ചിട്ടാണ് പറയുന്നത്. അൽഹംദുലില്ലാ നമ്മൾ എന്തിനാണ് ഇവരെ കൊണ്ടുപോയത്? അൽഹംദുലില്ലാ ആരാണ് ബദരീങ്ങൾ? ഇവർക്ക് എന്താണ് പ്രാധാന്യമുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ സംഗതികൾ മനസ്സിലാക്കുമ്പോഴാണ് അൽഹംദുലില്ലാ ബദരീങ്ങളുമായിട്ടുള്ളൊരു സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ നൽകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ രീതി എന്ന് പറഞ്ഞാൽ അതാണ് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ കൽപ്പന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആ രീതിയിലൂടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ നമ്മൾ പരസ്പരം അൽഹംദുലില്ലാ സ്നേഹത്തോടു കൂടി അൽഹംദുലില്ലാ പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം തരും. എങ്ങനെ ഈ മാറ്റം തരുന്നത്? ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായൊരു മാറ്റം തരും. ഉദാഹരണമായിട്ട് പറയാം, നമ്മളൊരു കോഴിൻ്റെ മുട്ട അൽഹംദുലില്ലാ അല്ലേ, നമ്മൾ കോഴി കുഞ്ഞിന് കോഴി ഉണ്ടാകാൻ വേണ്ടി മുട്ട നമ്മൾ കോഴിക്ക് അട വെച്ച് കൊടുക്കുകയാണ്.
എത്ര ദിവസമായി അടവെച്ച് കൊടുക്കേണ്ടത്? അല്ല 10, 20, 22 ദിവസം അടവെച്ച് കഴിഞ്ഞാൽ അല്ല ആ മുട്ടയിൽ നിന്ന് കോഴിക്കുഞ്ഞിങ്ങനെ പുറത്ത് വരും. അല്ല എന്താ ചെയ്തത്? ആ കോഴി ഒന്നും ചെയ്തിട്ടില്ല. കോഴി അതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ അടിച്ചിട്ടില്ല, അതിൻ്റെ ഉള്ളിലേക്ക് മരുന്ന് കയറ്റില്ല. ആകെ ആ കോഴിമുട്ടൻ്റെ മേലെ 10, 22 ദിവസം കിടന്നപ്പോഴേക്കും ആ മുട്ട പൊട്ടി നല്ലൊരു കോഴിക്കുഞ്ഞ് പുറത്ത് വരും. അതിന് കൊക്കുണ്ടാവും, അതിന് കാലുണ്ടാവും, അതിന് ചിറകുകളുണ്ടാവും, എല്ലാം ഉള്ള സമ്പൂർണ്ണമായൊരു കോഴിക്കുഞ്ഞ്, ജീവനുള്ളൊരു കോഴിക്കുഞ്ഞിയാണ് പുറത്ത് വരുന്നത്. ജീവനില്ലാത്തൊരു മുട്ടയാണ് ഒരു കോഴിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായത്. പക്ഷേ ജീവനുള്ള, തൂവലുകളുള്ള, കൊക്കുള്ള, ചുണ്ടുകളുള്ള, കാലുകളുള്ള ഒരു പൂർണ്ണമായ അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ പൂർണ്ണമായ എല്ലാ ആന്തരികാവയവങ്ങളുണ്ടാവും. ആകെ ചെയ്ത എന്താണ്? ആ കോയിൻ്റെ അടിയിൽ കിടക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രമേ ആ മുട്ടകൾ ചെയ്തിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ളൊരു കോഴിക്കുഞ്ഞിനെ നൽകി. ഇതേപോലെ തന്നെയാണ് നമ്മൾ നല്ല നിയത്തോട് കൂടി ഒരു അമീറിൻ്റെ കീഴിൽ അൽഹംദുലില്ലാഹ് നമ്മൾ പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള ഒരു ഹജ്ജ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകും. അള്ളാഹ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ഒരു മുട്ട മാറി നിന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 10 മുട്ട വെച്ച് 2 എണ്ണം മാറി നിന്ന് ആ 2 എണ്ണം കോയാവോ? ഇല്ല. പിന്നെന്താവും? അത് ചീമുട്ടായിട്ട് നാറുന്ന മുട്ടയായിട്ട് പോകും. എന്താണ് ചെയ്യേണ്ടത്? അൽഹംദുലില്ലാഹ് ഒരു അമീറിൻ്റെ കീഴിൽ നമ്മൾ നൽകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അമീറിനെ നിയമിച്ചു തന്നു. ആ അമീർ അല്ല ഒരു നീഗ്രോ അടിമയാണ്, അല്ല തല ഒട്ടിയ ഉണങ്ങിയ മുന്തിരിയെ പോലുള്ള ഒരു നീഗ്രോ അടിമയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അനുസരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ തങ്ങൾ പറയുന്നുണ്ട്. ആര് അമീറിനെ അനുസരിച്ചു അവൻ എന്നെ അനുസരിച്ചു, ആര് എന്നെ അനുസരിച്ചു അവൻ അള്ളാഹുവിനെ അനുസരിച്ചു, അള്ളാഹുവിനെ അനുസരിച്ച് എൻ്റെ സ്ഥാനം സ്വർഗ്ഗമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ പോകുന്നത് എന്തിനാണ്? അൽഹംദുലില്ലാഹ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് നമ്മുടെ എല്ലാവരുടെയും ഹജ്ജ് കബൂലാവണം. ഒരാളുടെ ഹജ്ജ് പോലും നഷ്ടപ്പെട്ടു പോകരുത്. അള്ളാഹ് നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളത് മാത്രമല്ല, ഈ വർഷം ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നോ ഇവരൊക്കെ പ്രതീക്ഷയോട് കൂടിയാണ് വരുന്നത്. അവരെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് കയ്യുയർത്തി ദുആ ചെയ്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് ഒന്നാനാകാശത്തിലേക്ക് ഇറങ്ങി വരും. ഭൂമിയോട് അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് ഏറ്റവും കൂടുതൽ സമീപിക്കുന്ന ദിവസം യൗമുൽ അറഫയുടെ ദിവസമാണ്. ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളോടും അള്ളാഹു വിളിച്ചു പറയും. അല്ലെ, യൗമുൽ അറഫയുടെ ദിവസം ആകാശലോകത്തുള്ള മുഴുവൻ മലക്കുകളോടും അള്ളാഹു വിളിച്ചു പറയും, നിങ്ങളല്ലേ ഈ മനുഷ്യരെ നിങ്ങളല്ലേ പറഞ്ഞത് സൃഷ്ടിക്കണ്ട എന്നുള്ളത്? ഞാൻ അവരെ സൃഷ്ടിച്ചു വിനിയാന്യതരായി അടിമകളെപ്പോലെ ഒരു ഉടുതുണിയും ഒരു മേൽമുണ്ടും മാത്രം ധരിച്ചുകൊണ്ട് എൻ്റെ സന്നിധിയിലേക്ക് വന്നുകൊണ്ട് എന്നിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ അടിമകളെ നിങ്ങൾ നോക്കണമെന്ന് മലക്കുകളോട് പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം അറഫയുടെ മണ്ണിലേക്ക് പെയ്തിറങ്ങിക്കൊണ്ട് മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരും ഈ മുഴുവൻ ജനസഞ്ചയത്തും ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു. അതാ ഈ ഭാഗത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ അത്രയും വലിയൊരു ഭാഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അള്ളാഹു മുഴുവൻ പുറത്തു കൊടുക്കാൻ അള്ളാഹിനോട് ചോദിക്കാൻ ആരുമില്ല. മുഴുവൻ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തു കഴിഞ്ഞാലും മുഴുവൻ ആളുകളുടെ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു വെക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നൽകും. 12:29 ബാങ്ക് കൊടുക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ അടുത്ത് തന്നെ പള്ളിയുണ്ട് ഇൻഷാ അല്ലാഹ്, മസ്ജിദുൽ അൻസാർ. 1 മണിക്കാണ് നിസ്കാരം. ഇൻഷാ അല്ലാഹ് ആണുങ്ങൾ അവിടെ പോയിട്ട് നിസ്കരിക്കുക, പെണ്ണുങ്ങൾക്ക് തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഹോട്ടലുകാർ ചെയ്തു തരും. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത സെഷനിലേക്ക് കടക്കും. അല്ലാഹ് നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അടുത്ത നമ്മൾ സെഷനിൽ പറയും നിങ്ങൾ എന്തെല്ലാം കൊണ്ടുപോകണം എന്നുള്ളത് ഓരോ കാര്യം പറയും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യത്തിനുള്ള സമയം തരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ അത് തീർത്തിട്ട് പോകാൻ പാടുള്ളൂ. ഇൻഷാ അല്ലാഹ് ശേഷം നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷനാണ്. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുക, എത്ര പൈസ കൊണ്ടുപോകണം, എന്താണ് മരുന്ന് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷമുള്ള നമ്മൾ സെഷനിൽ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇൻഷാ അല്ലാഹ് മെയ് 22-ാം തീയതി നമ്മളെ യാത്രയാണ്. യാത്രയുടെ ആദ്യത്തെ ദിവസം നമ്മൾ പോകുന്ന ഹോട്ടൽ അറമനോട് ഏറ്റവും അടുത്ത 74 നമ്പർ ഗേറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഹിൽട്ടൺ കൺവെൻഷനിലാണ്. അത് പറ്റും. അവിടെ നമ്മൾ 10 ദിവസം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. എത്രാം തീയതി വരെ? ജൂൺ 2-ാം തീയതി വരെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ജൂൺ 2-ാം തീയതിൻ്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യേണ്ട ഉംറകൾ ചെയ്യും. നമ്മൾ ആദ്യത്തെ ഉംറ ഹജ്ജോടനുബന്ധിച്ചുള്ള ഉംറയാണ് നമ്മൾ ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ഹജ്ജിൻ്റെ പേര് തമത്തു ഹജ്ജാണ്. പിന്നെ ഹജ്ജുള്ളതെന്ന് ഖീറാനാണെന്ന് ഇഫ്രാദാണ്. ഖീറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജും ഉംറയും ഒന്ന് ചെയ്യുക. ഇഫ്രാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജ് മാത്രം ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഹജ്ജ് എല്ലാവരും മനസ്സിലാക്കിയാൽ മതി ഇൻഷാ അല്ലാഹ്. തമത്തുവിൻ്റെ ഹജ്ജാണ്. ഈ ഹജ്ജിൽ അറവ് നിർബന്ധമാണ്. അതുകൊണ്ട് അറവിൻ്റെ പൈസ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രത്യേകമായിട്ട് കണക്കൂട്ടണം. 720 റിയാലാണ് ഹജ്ജിന് വേണ്ടിയിട്ട് അറവിൻ്റെ പൈസ നമുക്ക് വരുന്നത്. അതിന് ഇന്ത്യൻ പൈസ അമാനുസായോ അമാനെടുത്തു. ഹജ്ജ് കമ്മിറ്റി എത്ര അറവിന് വാങ്ങുന്നത്? 720. ഇന്ത്യൻ മണി എത്ര അത് അടക്കുന്നത്? ഏകദേശം 15,000 രൂപ ഇൻഷാ അല്ലാഹ് ചിലവ് വരും. അപ്പോൾ 15,000 രൂപ നിങ്ങൾ ഇടുന്നതന്നെ തരുന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. അടുത്ത മതിയാ 720 റിയാലായിട്ട്.
720 റിയാലായിട്ട് ഇൻഷാല്ല നിങ്ങളാണ് തന്നാൽ മതി, ബാങ്കിൽ അടക്കാം ഇൻഷാല്ല. 720 റിയാൽ. അപ്പോൾ നിങ്ങളത് കരുതണം. 720 റിയാലാണ് ഞാൻ നെറ്റിൽ കണ്ടത് ഇൻഷാല്ല. 720 റിയാലാണ് ഈ വർഷത്തെ ഹജ്ജിൻ്റെ പൈസ. അപ്പോൾ ആ പൈസ നിങ്ങൾ കരുതണം. ഇത് തമത്വൻ്റെ ഹജ്ജായതുകൊണ്ട് നിർബന്ധമായിട്ടും അറിവ് നിർബന്ധമാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഉംറ ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മൾ തഹല്ലുലാവും, അതുകൊണ്ട് ഇത് നിർബന്ധമാണ്. ഇനി നമ്മൾ ഉംറ ചെയ്ത് അൽഹംദുലില്ലാഹ് തഹല്ലുലായി കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസത്തെ താമസമാണ് അല്ലേ? ഏകദേശം ഒരാൾക്ക് ഒരാട് 720 റിയാൽ നമ്മൾ പേ ചെയ്യുകയാണ് ഇൻഷാല്ലാ. നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഏകദേശം ഇതേ എമൗണ്ട് വരും ഇൻഷാല്ലാ. പിന്നെ അവിടെ എത്തി ഏതായാലും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ ഇൻഷാല്ലാ, അതനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് ചെയ്യാം ഇൻഷാല്ലാ. ഒട്ടകമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒട്ടകം ചെയ്യാം ഇൻഷാല്ലാ. എന്തായാലും ഫിദിയ നിർബന്ധമാണ്. അതെടുത്തും വേണ്ടെന്ന് പറഞ്ഞല്ലോ ഇൻഷാല്ലാ. പിന്നെ ആരെങ്കിലും അങ്ങനെ സൗകര്യപ്പെടാത്ത പെണ്ണുങ്ങൾ ഒറ്റക്കല്ലുണ്ടെങ്കിൽ ഇൻഷാല്ലാ ബഷീർ ദനിമസായിട്ട് ബന്ധപ്പെട്ട് മതി. ഇവിടെ തന്നെ റിയാൽ മാറ്റിയിട്ട് ആ പൈസ ഉസ്താദ് കയ്യിൽ പിടിക്കും ഇൻഷാല്ലാ. അങ്ങനെ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾ എത്രയെന്ന് പറയും ഇൻഷാല്ലാ. പിന്നെ നിങ്ങളോട് പറയും ഇൻഷാല്ലാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബഷീർ ദനിമസാനെ അറിയിച്ചാൽ മതി. ആ പൈസ ഇൻഷാല്ലാ റിയാലായിട്ട് നിങ്ങൾ കൊടുക്കണം. ആടുന്നത് അത് നിങ്ങളുടെ പേരിൽ റിയാൽ കിട്ടും ഇൻഷാല്ലാ. ഓക്കെ. ഈ തമത്വ ഹജ്ജ് നമ്മൾ നിർവഹിക്കുന്നതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞ് ഇഹ്റാമിൽ നമ്മൾ പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും ഇൻഷാല്ലാ ഉംറ ചെയ്യാനുള്ള അവസരങ്ങളുണ്ടാവും. ഇപ്പോൾ ഹജ്ജിൻ്റെ മീക്കാത്തുകൾ എന്ന് പറഞ്ഞാൽ 5 മീക്കാത്തുകളാണ്. ശ്രദ്ധിക്കുക, ഹജ്ജിൻ്റെ മീക്കാത്തുകൾ 5 മീക്കാത്തുകളാണ്. 1 ദുൽഹുലൈഫ എന്ന് പറയുന്ന മദീനയിലെ മീക്കാത്ത്. 2 അതിൻ്റെ ഇപ്പുറമുള്ള ജുഹഫ എന്ന് പറയുന്ന ജിദ്ദക്കാർക്ക് പുറത്തുള്ള മീക്കാത്ത്. 3 കർണുൽ മനാസിൽ എന്ന് പറയുന്ന തായിഫിലെ മീക്കാത്ത്, സൗദി അറേബ്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ്. 4 യമൻകാരുടെ മീക്കാത്താണ് യലംലം. 5 ഇറാഖുകാരുടെ മീക്കാത്താണ് റാത്ത് ഇർക്ക്. ഇങ്ങനെ 5 മീക്കാത്തുകളാണുള്ളത്. ഈ ഏതെങ്കിലും ഒരു മീക്കാത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇഹ്റാമിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട് അൽഹംദുലില്ലാഹ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. പഴയ ഹജ്ജ് കിതാബുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇന്ത്യക്കാരുടെ മീക്കാത്ത് യലംലമാണെന്ന്. അത് കപ്പലിൽ പോകുമ്പോഴാണ്. വിമാനത്തിൽ പോകുമ്പോൾ കപ്പലിൽ പോകുമ്പോൾ 2 റൂട്ടാണ് അല്ലേ? അതുകൊണ്ട് ആ 2 റൂട്ടിലായതുകൊണ്ട് നമുക്ക് യലംലം എന്നുള്ള മീക്കാത്തല്ല നമുക്ക് കിട്ടുന്നത്. മറിച്ച് നമുക്ക് കിട്ടുന്ന മിക്കവാറും മീക്കാത്തുകൾ ജിദ്ദയുടെ തൊട്ട് പുറത്തുള്ള ജുഹഫ എന്ന് പറയുന്ന മീക്കാത്തായിരിക്കും ഇൻഷാല്ലാ നമുക്ക് കിട്ടുക. ജുഹഫ അവിടുന്ന് എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മളോട് വിളിച്ചു പറയും മീക്കാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹാജിമാരാരെങ്കിലും ഹിറാമിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ഇവിടുന്ന് ഹിറാം പ്രവേശിക്കാനുള്ള അനൗൺസ്മെൻറ്റ് മിക്കവാറും ഹജ്ജ് ഫ്ലൈറ്റുകളിലുണ്ടാവും. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എയർപോർട്ടിൽ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉദിക്കുന്നില്ല. അപ്പോൾ ഇഹ്റാമിൽ നമ്മൾ പോയി അൽഹംദുലില്ലാഹ് ഈ 5 മീക്കാത്തുകളുടെ ഏതെങ്കിലും ഒരു മീക്കാത്തിൽ പോയിട്ട് ഇൻഷാല്ലാ നമുക്ക് ഇത് ചെയ്യാം. പക്ഷേ നമ്മൾ മക്കയിൽ താമസിക്കുന്ന കാലത്ത് ആരെങ്കിലും മക്കയിൽ വെച്ചാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതെങ്കിൽ ഹജ്ജല്ല ഉംറക്കാണ് പ്രവേശിക്കുന്നത്, അവർ മക്കയുടെ വെളിയിലേക്ക് പോകണം. അതിന് 4 മീക്കാത്തുകളാണുള്ളത്. 1 മക്കയുടെ ഏറ്റവും അടുത്ത് തന്യീം എന്ന് പറയുന്നപ്പെടുന്ന മീക്കാത്താണ്. 2 ഹുദൈബിയ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിക്ക് വേണ്ടി വന്ന ഇന്ന് ഷുമൈസി എന്നറിയപ്പെടുന്ന മീക്കാത്താണ്. 3 ജയറാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് തങ്ങൾ ഇഹ്റാമിൽ പ്രവേശിച്ച സ്ഥലമാണ്. 4 അറഫ. ഇങ്ങനെ 4 മക്കയുടെ വെളിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഇഹ്റാമിൽ പ്രവേശിച്ച് വന്നാൽ മാത്രമേ മക്കയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഉംറ നിർവഹിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മൾ ഈ താമസിക്കുന്ന ഈ കാലഘട്ടത്തിൽ 22 മുതൽ അതേപ്രകാരം തന്നെ 2 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഇൻഷാല്ലാ 3 ഉംറ നമ്മളെ കമ്പനിയുടെ വകയായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്തു കൊടുക്കും. സൗകര്യപ്പെടുകയാണെങ്കിൽ 5 വരെ ആകാം. അത് വായതല്ല ഇൻഷാല്ലാ, ഒരു ഓഫറോ ഒരു വായതയൊന്നുമല്ല. ഇൻഷാല്ലാ സൗകര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ചെയ്തോളൂ. അതല്ലെങ്കിൽ ഇൻഷാല്ലാ 3 ഉംറ, 1 തന്യീമെന്ന്, 1 ജയറാനെന്ന്, 1 ഹുദൈബിയാന്ന് ഇൻഷാല്ലാ. പിന്നെ അന്നത്തെ സാഹചര്യങ്ങളും ഇത് കണക്കെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ചിലപ്പോൾ തിരക്കുണ്ടാകില്ല, ഉംറ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സൗദി ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ബാധകമാണ്. നമ്മൾ സൗകര്യപ്പെടുകയാണെങ്കിൽ 3 ഉംറ ഇൻഷാല്ലാ നമ്മളെ വകയാണ്. 5 ഉംറ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ ചെയ്തു തരും. സൗദി ഗവൺമെൻറ് നിയമം അനുസരിച്ച് ഇതൊരു വായത പറയുന്നതാണ്. ഒരു വായതയാണെങ്കിൽ നമ്മൾ പൂർത്തീകരിക്കണം. ഇതൊരു ഇനാമാണ്, ഒരു തൊഹഫായിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ഈ ബാക്കി താമസിക്കുന്ന ഇത്രയും ദിവസങ്ങളിൽ ഇൻഷാല്ലാ നമ്മൾ ഈ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇനി മക്കയിൽ നേരത്തെ നമ്മൾ താമസിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമലാണ് 1 മക്കയിൽ വെച്ച് ഇൻഷാല്ലാ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. കാരണം ഖുർആൻ ഇറങ്ങിയ ഭൂമിയാണത് അല്ലേ? എത്രയോ തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനുമായി ജിബ്രീൽ അലൈഹി ഇസ്ലാം ആകാശ ലോകത്ത് നിന്ന് വന്ന മണ്ണാണ് മക്കയുടെ മണ്ണ്. അതുകൊണ്ട് ധാരാളമായിട്ട് നമ്മൾ ഇൻഷാല്ലാ ഖുർആൻ പാരായണം ചെയ്യണം ഇൻഷാല്ലാ. എത്രയോ കഴിയുന്നു അത്ര. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളും അല്ലെ ദുആക്കളും സലാത്തുകളും ഇസ്തിഗ്ഫാറുകളും അൽഹംദുലില്ലാഹ് നമ്മൾ ധാരാളമായിട്ട് വർദ്ധിപ്പിക്കണം. ഭക്ഷണത്തിൻ്റെ മറ്റു കാര്യങ്ങളോ കുടുംബത്തിന് നോക്കേണ്ട പരിപാടികളൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മളോട് ഉലമാക്കൾ പറയുന്ന ഇൻഷാല്ലാ നാവ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 5 അമലുകളിലായിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ദിക്റുകളായിട്ട് കഴിഞ്ഞു അല്ലേ? ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ദിക്റുകളായിട്ട് കഴിഞ്ഞുകൂടണം അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? വല ദിക്റുല്ലാഹി അക്ബർ. ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗത്ത് അള്ളാഹുവിൻ്റെ ദിക്റാണ്. അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് നമ്മളെ സമയം അള്ളാഹുവിൻ്റെ ദിക്റുകളായിട്ട് കഴിഞ്ഞുകൂടണം. രണ്ടാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിലായിട്ട് ഇൻഷാല്ലാ നമ്മൾ കഴിയണം. കാരണം എന്താണ്?
ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സലാത്ത് അല്ലാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തങ്ങളുടെ പേരുള്ള സലാത്തും സലാമും ഇൻഷാ അല്ലാഹ് ധാരാളമായി വർദ്ധിപ്പിക്കണം. ആ ഭൂമിയിൽ വെച്ച് മറ്റ് അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കണം. മൂന്നാമത്തത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ വയുർസിലിസ് സമാഅ അലൈക്കും ഇദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വജന്നാത്ത് വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ. അല്ല, സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നിങ്ങൾ അല്ലാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യാൻ നിങ്ങൾക്ക് പുറത്തു തരും. അല്ലേ, എത്രയോ കുറ്റങ്ങൾ ചെയ്ത ആളുകളാണ്, കണ്ണുകൊണ്ട്, കൈകൊണ്ട്, കാലുകൾ കൊണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാം. മൂന്നാമത്തത് ധാരാളമായി ഇസ്തിഗ്ഫാർ പറയേണ്ട ഭൂമിയാണ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു ഇത് കാരണമായിട്ട് മാപ്പാക്കി തരണം. നാലാമത്തത് അള്ളാഹുവിനോട് നമ്മൾ ധാരാളമായിട്ട് ദുആ ചെയ്യണം. അല്ലേ, നമ്മൾ പോകുന്നതിന് എന്തിനാണ്? നമ്മൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഇപ്പോൾ ദുആ ചെയ്ത ആളുകൾക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഇങ്ങനെ ധാരാളമായിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ദുആ ചെയ്യണം. അല്ല, അഥവാ ദുആ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുക പോലും ഇല്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തുൽ ഫുർഖാൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. എന്താ ആയത്ത്? ഖുൽ മാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങൾ ദുആ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അത് പരിഗണിക്കുക പോലും ഇല്ല എന്നുള്ളതാണ്. ചെയ്തു അമല്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ കെട്ടി പറഞ്ഞെന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹ് നീ സ്വീകരിക്കണം, നീയാണ് എല്ലാ അറിയുന്നവനും കേൾക്കുന്നവനുമാണെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു. അപ്പോൾ നാലാമത്തത് ഇൻഷാ അല്ലാഹ് നമ്മൾ കാര്യമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എത്ര ദുആ ചെയ്യാൻ കഴിയുന്നത് അത്ര. നമ്മൾ അനാവശ്യമായ സമയം കളയരുത്. ഇതിനൊന്നും പ്രത്യേകിച്ച് പൈസയൊന്നും വേണ്ട. അല്ല, ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും അമലിന് പൈസ വേണം? ഒന്നും വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലാണ്. അഞ്ചാമത്തത് വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് പാരായണം ചെയ്യണം. ഈ 5 അമലുകളിലായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സമയം ചെലവഴിക്കണം. 1 അള്ളാഹുവിൻ്റെ ദിക്ർ, 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും സലാമും, 3 ഇസ്തിഗ്ഫാർ, 4 ദുആ, 5 വിശുദ്ധ ഖുർആൻ്റെ പാരായണം. ഇൻഷാ അല്ലാഹ് ഈ 5 അമലുകളിലായിട്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് നമ്മളെ സമയം ചെലവഴിക്കേണ്ടത്. തർത്തീബായിട്ട് അൽഹംദുലില്ലാഹ് ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ഖത്തം പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ഒരു ഖത്തം പൂർത്തിയാക്കിയാൽ എത്ര ഖത്തം പൂർത്തിയാക്കിയ പ്രതിഫലമാണ്? 1,00,000. അത് പോകുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് തർത്തീബാക്കുക, വിശുദ്ധ ഖുർആൻ തയ്യാറാക്കുക, ഓതുക. അൽഹംദുലില്ലാഹ് എങ്ങനെയെങ്കിലും ആയിട്ട് അൽഹംദുലില്ലാഹ് ദിവസത്തിൽ 3 ജൂസ് ഓതിക്കഴിഞ്ഞാൽ 10 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹിൻ്റെ പേരിൽ ഇത്ര സലാത്ത് നമ്മൾ ചെയ്യുക. അതേപോലെ ധാരാളമായി ദിക്റുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, തസ്ബീഹുകൾ, തക്ബീറുകൾ, ഇങ്ങനെ ധാരാളമായിട്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സമയം നമ്മൾ ചിലവഴിക്കണം. ഇങ്ങനെ 10 ദിവസം തീർന്നു പോകുന്നത് അറിയില്ല. ഐസ് പോലെയാണ്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഐസ് പോലെയാണ്. ഫ്രിഡ്ജിൽ നിന്ന് ഐസ് കൊണ്ടുവച്ചെങ്കിൽ എന്താകും? കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞിട്ട് മാറി. ഇതേപോലെയാണ് നമ്മൾ സമയം അവിടെ എത്തിക്കഴിഞ്ഞ് സമയം എങ്ങനെയെങ്കിലും ആയിട്ട് ഇപ്പോൾ വയ്യ നോക്കുമ്പോൾ എന്തുണ്ടാവില്ല. ഉലമാക്കൾ സാധാരണഗതിയിൽ പറയും, ആരെങ്കിലും കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ മക്ക തവാഫ് ചെയ്തിട്ട് അവരുടെ സമയം തീരും എന്നുള്ളതാണ്. അവിടെ പോയി, ഇവിടെ പോയി, വീടെ പോയി, സൂപ്പർ മാർക്കറ്റ് പോയി, സമയം തീർന്നു പോയി. അതേസമയം കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി നിയത്താക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് 50 തവാഫ് ചെയ്യുക, നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹറാമാക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സമയം ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. പിന്നെ മക്കയിൽ നമ്മൾ ചെയ്യേണ്ട അമലുകൾ എന്താണ്? അള്ളാഹ് പറയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് കഅബ നീ ഒന്ന് പൂർത്തീകരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വതഹിറ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മക്കയിലേക്ക് പോകേണ്ടത്. ഒന്നാമത്തെ എന്താണ്? ലിത്വായിഫീന, തവാഫ് ചെയ്യണം. തവാഫ് മക്കയിലല്ലാണ്ട് ലോകത്ത് എവിടെയില്ല. ലോകത്തെവിടെയും തവാഫില്ല. തവാഫ് ലോകത്ത് ഒരു സ്ഥലത്തേ ഉള്ളൂ, അത് കഅബ ഷരീഫിനെ മാത്രമാണ് തവാഫ് ചെയ്യാനുള്ളത്. രണ്ടാമത്തത് ആക്കിഫീന, നിങ്ങൾ കഴിയുന്നത്ര സമയം ഇത്തികാഫിരിക്കണം കഅബയിൽ പോയിട്ട്. ധാരാളമായിട്ട് അൽഹംദുലില്ലാഹ് കഅബയിൽ പോയിരിക്കുക, മസ്ജിദുൽ ഹറമിൽ പോയിട്ടിരിക്കുക. മൂന്നാമത്തത് റുക്കൂഉം സുജൂദും, നമസ്കാരം വർദ്ധിപ്പിക്കുക. കാരണം നമ്മളെ ഖിബിലയാണത്, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആ ഖിബിലൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് അള്ളാഹുവിലേക്ക് നിസ്കരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ ഭൂമിയാണ്, ആ ഭൂമിയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. 10 ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സമയം ചെലവഴിക്കണം. അല്ല, എല്ലാം റെഡിയാണല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ സമയം പാഴാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ നിങ്ങളോട് ഈ തർത്തീബ് പറഞ്ഞത്. ഖുർആൻ പാരായണം ചെയ്യുക, അതേപോലെ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും മിനിമം അതിന് സമയം കണ്ടെത്തിയിട്ട് റൂമിലൊന്നും ഇരിക്കാതെ അൽഹംദുലില്ലാഹ് കഴിയുന്നത്ര സമയം അൽഹംദുലില്ലാഹ് ഖുർആൻ പാരായണം ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും മിനിമം അൽഹംദുലില്ലാഹ് നമ്മൾ ഖുർആൻ ഓതി തീർക്കണം. ഖുർആൻ അറിയാത്ത ആളുകൾ ധാരാളമായി ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും സലാത്തുകളും ദുആക്കളും അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം ഇൻഷാ അല്ലാഹ് നമ്മൾ വർദ്ധിപ്പിക്കണം. ഇങ്ങനെ 10 ദിവസം കഴിയുമ്പോഴേക്കും അത് തീരും. 10 ദിവസം തീർന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ മദീനയിലേക്ക് പോകും. മദീനയിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലും അൽഹംദുലില്ലാഹ് നല്ല ഹോട്ടലാണ്. എൻ്റെ പേര് പറഞ്ഞാൽ പൊന്തോക്ക് റിയാദ് സഹ്റ അല്ലേ? ഏത് ഗേറ്റ്? മർക്കസിയയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പൊന്തോക്ക് റിയാദ്
റിയാദ് സഹ്റ എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിക്കുന്നത്. അതും ഇതേപോലെ ഇത്ര ക്വാളിറ്റി ഉണ്ടാവില്ല, എങ്കിലും സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള ഹോട്ടൽ തന്നെ ആയിരിക്കും. പക്ഷെ അതവിടെ ഭയങ്കര തിരക്കായിരിക്കും നമ്മൾ പോകുന്ന സമയത്ത്. കാരണം മുഴുവൻ പ്രൈവറ്റ് ഹാജിമാരും ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തു നിന്ന് പ്രൈവറ്റ് ഹാജിമാർ വരുന്നുണ്ടോ അവരെല്ലാം ദുൽഖഅദ് 24 മുതൽ ദുൽഹജ്ജ് 4 വരെ മദീനയിലായിരിക്കും. ഗവൺമെൻറ് ഹാജിമാരൊക്കെ ഇങ്ങോട്ടേക്ക് മുടങ്ങും. നമ്മൾ പ്രൈവറ്റ് ഹാജിമാരൊക്കെ ഇന്ത്യയിൽ നിന്നും നമ്മളെ അയൽ രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള പ്രൈവറ്റ് ഹാജിമാർ ആ സമയത്ത് എല്ലാ ആളുകളും മദീനയിലേക്ക് വരും. മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട അമൽ ഒന്ന് മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുക എന്നുള്ളതാണ്. 3 പള്ളികളിലേക്കല്ലാതെ പുണ്യം പ്രവേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നുള്ള ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം ഉലമാക്കൾ പറയും 3 പള്ളികളും നിങ്ങൾ സന്ദർശിക്കണമെന്നാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? 3 പള്ളി, ഒന്ന് മസ്ജിദുൽ ഹറം നമ്മൾ പോയി, 2 മസ്ജിദ് നബവി ഇൻഷാ അല്ലാഹ്, 3 മസ്ജിദുൽ അഖ്സ അല്ലാഹ് തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. മസ്ജിദ് നബവിയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം മസ്ജിദ് നബവിയിൽ നിസ്കരിക്കണം. അല്ല, ഒരു നിസ്കാരത്തിന് നമ്മൾ നാട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാളും 1000 ഇരട്ടി പ്രതിഫലം കിട്ടും. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാത്തും സലാമും പറയണം. രണ്ടാമത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയണം ഇൻഷാ അല്ലാഹ്. അത് കാരണമായിട്ട് തങ്ങളുടെ പ്രത്യേകമായ ഷഫാത്ത് കിട്ടുന്നുള്ള ഹദീസുണ്ട്. അപ്പോൾ നമ്മൾ മസ്ജിദ് നബവിയിൽ പോവുക ഇൻഷാ അല്ലാഹ്, 2 റക്അത്ത് നിസ്കരിക്കാം, മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുന്നുള്ള നിയ്യത്തിൽ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആണുങ്ങൾക്ക് നേരെ മുമ്പിൽ പോയിട്ട് സലാം പറയാം. തങ്ങൾക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണ്? സാധാരണ അത്തഹിയാത്തിൽ പറയേണ്ട സലാമാണ് തങ്ങൾക്ക് പറയേണ്ടത്. അല്ലേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല മോന് പറഞ്ഞു തങ്ങൾക്ക് ഇങ്ങനെയാണ് സലാം പറയേണ്ടത്. കാരണം ആ സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ടാണ് പഠിപ്പിച്ചത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സലാമിനെ അൽഹംദുലില്ലാഹ് നമ്മൾ റസൂലുള്ളാഹിക്ക് പറയും. എന്താ ഈ സലാം പറയുന്നതിൻ്റെ അർത്ഥം? ഈ സലാം പറയുന്നതിൻ്റെ അർത്ഥം അൽഹംദുലില്ലാഹ് മരിച്ചുപോയ ഒരാൾക്ക് പറയുന്ന സലാമല്ല, സാധാരണ ഖബർസ്ഥാനിൽ പോയിട്ട് പറയുന്ന സലാമല്ല, മറിച്ച് എന്താണ്? തങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്, തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നു, ഞങ്ങളുടെ ജീവിതകാലത്ത് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ല. തങ്ങൾ ആഖിറത്തിൽ വെച്ച് സ്വർഗ്ഗത്തിൽ വെച്ച് തങ്ങളോടൊപ്പം അൽഹംദുലില്ലാഹ് കഴിഞ്ഞുകൂടാനുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. ആ ഷഫായത്തിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ നമ്മൾ അൽഹംദുലില്ലാഹ് ആത്മാർത്ഥമായി തങ്ങൾക്ക് സലാം പറയാം. ആ സലാം പറയുന്ന അർത്ഥം ഉലമാക്കൾ പറയും തങ്ങൾ കൊണ്ടുവന്നിരുന്ന സുന്നത്തും ശരീഅത്തും ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്നു, ഇനി ഇതിന് വിരുദ്ധമായിട്ട് ഞാൻ പ്രവർത്തിക്കില്ല എന്നുള്ളൊരു കരാറാണ് യഥാർത്ഥത്തിൽ ആ സലാം. നമ്മുടെ തങ്ങൾ കൊണ്ടുവന്ന ആ സുന്നത്തിനെ നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ള ഒരു നിയ്യത്താണ് ആ സലാമിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. റസൂലുള്ളാഹിക്ക് സലാം പറയാം, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സലാം പറയാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സലാം പറയാം. ഇതൊക്കെ ആ സമയമാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ മക്കയിലൊക്കെ ഉണ്ട്, ഇൻഷാ അല്ലാഹ് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ നമ്മൾ മക്കയിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകൾ, ഒന്ന് ജന്നത്തുൽ ബഖീൽ പോയി മഹാന്മാരായ സഹാബാക്കൾക്ക് സലാം പറയാം, അല്ലേ, ജന്നത്തുൽ ബഖീൽ അന്തി ഉറങ്ങുന്ന ആളുകൾക്ക് സലാം പറയാം. രണ്ടാമത്തത് മസ്ജിദ് ഖുബയിൽ പോയി നിസ്കരിക്കുക. എന്താ മസ്ജിദ് ഖുബ? ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ ഖുബ. വിശുദ്ധ ഖുർആൻ മസ്ജിദ് തഖ്വ എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആ പള്ളിയിലെ നിസ്കാരം ഒരു ഉംറയുടെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മസ്ജിദ് ഖുബയിൽ പോകണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇൻഷാ അല്ലാഹ് ഉഹുദിലെ ശുഹദാക്കൾക്ക് പോയിട്ട് സലാം പറയണം. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും അൽഹംദുലില്ലാഹ് മദീനയിൽ നമുക്ക് നിർവഹിക്കണം. പിന്നെ മസ്ജിദ് ഖന്ദഖ്, അതേപോലെ തന്നെ ഖിബിലത്തൈന്, അതേപോലെ തന്നെ ഖുർആൻ പ്രിൻറ്റിംഗ് പ്രസ്, ഇതൊക്കെ ആ സാഹചര്യങ്ങളും സമയങ്ങളും നമുക്ക് അനുവദിക്കുന്നുണ്ടെങ്കിലും ആ സമയത്ത് അൽഹംദുലില്ലാഹ് സൗദി ഗവൺമെൻറ് ഹജ്ജിൻ്റെ കാലത്ത് തിരക്കാണ്, പല റോഡുകളും അടച്ചിട്ടുണ്ടാകും, പല സ്ഥലങ്ങളും അടച്ചിട്ടുണ്ടാകും. പോകാൻ പറ്റുകയാണെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ പോകും, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും സംഗതികൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നിർവഹിച്ച് ഏകദേശം 8 ദിവസം അല്ലെങ്കിൽ 9 ദിവസം നമ്മൾ മദീനത്ത് കഴിഞ്ഞുകൂടേണ്ടതായിട്ട് വരും. ഒരു ഹദീസിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് 40 ദിവസം ഒരാൾ ജമാഅത്തായി നിർവഹിക്കുകയാണെങ്കിൽ 2 തരത്തിലുള്ള മോചനം ബറാഅത്താനി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഒന്ന് നിഫാഖിൽ നിന്നുള്ള മോചനം, 2 നരകത്തിൽ നിന്നുള്ള മോചനമാണ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഉലമാക്കൾ പറയും ആരെങ്കിലും മസ്ജിദ് നബവിയിൽ 40 വഖ്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഈ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് മസ്ജിദ് നബവിയിൽ താമസിക്കുന്ന ഈ കാലഘട്ടത്തിൽ 40 വഖ്തെങ്കിലും ഇമാമും ജമാഅത്തായും കൂടി അവൽ തക്ബീറോട് കൂടി ഇൻഷാ അല്ലാഹ് മസ്ജിദ് നബവിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അടുത്താണ്, മർക്കസിലാണ് നമ്മൾ താമസം. എല്ലാ വഖ്തിനും അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് നിസ്കരിച്ചിട്ട് വരാൻ വേണ്ടി സാധിക്കും. നമുക്ക് കിട്ടുന്ന ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇനി ദുൽഖഅദ് 4-ാം തീയതി ഇൻഷാ അല്ലാഹ് നമ്മൾ നേരെ വരുന്നത് ഇൻഷാ അല്ലാഹ് വീണ്ടും മക്കയിലേക്കായിരിക്കും. ആദ്യം താമസിച്ചത് മക്കയിൽ ഏറ്റവും അടുത്ത അൽഹംദുലില്ലാഹ് സ്റ്റാർ ഹോട്ടലാണ്. ഇനി നമ്മൾ പോകുന്നത് ചെറിയ മക്കയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ദൂരം, ഹറമിൽ നിന്ന് ദൂരമുള്ള ഒരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ അതിൻ്റെ പേര്? താജുൽ മാസി അല്ലേ? താജുൽ മാസി എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. ബിൽഡിംഗ് ഒരു ചെറിയൊരു ബിൽഡിംഗാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറഞ്ഞ ദിവസത്തേക്ക് തന്നെ അവിടെ താമസിക്കാനുള്ളൂ. കാരണം ദുൽഖഅദ് 5-നായിരിക്കും നമ്മൾ അവിടെ എത്തുക. ദുൽഖഅദ് 4-നാണ് വിട്ടു. ദുൽഖഅദ് ഏകദേശം 5 മുതൽ ദുൽഖഅദ് 7 വരെ ഇൻഷാ അല്ലാഹ് 2 ദിവസം 3 ദിവസം ഇൻഷാ അല്ലാഹ് ആ ഹോട്ടലിൽ നമ്മൾ താമസിക്കേണ്ടതായിട്ട് വരും. അവിടെ 3 ദിവസം താമസിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ മദീനത്ത് വരുന്ന സമയത്ത് വീണ്ടും ഹജ്ജിൻ്റെ ഇഹ്റാമിലായിരിക്കും നമ്മൾ മിക്കവാറും വരിക ഇൻഷാ അല്ലാഹ്.
അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇൻഷാ ഈ ഹോട്ടലിൽ വന്ന് താമസിച്ച് നമ്മൾ റൂമൊക്കെ ഷെഫ് സെറ്റായതിനു ശേഷം നമ്മൾ ഖുദൂമിൻ്റെ തവാഫും ഇൻഷാ ഹജ്ജിൻ്റെ സൈൻ ചെയ്യാൻ വേണ്ടി ഇൻഷാ പോകും. അതെങ്ങനെയാണെന്നുള്ളത് ആ സമയത്ത് പറയാം. ഇപ്പോൾ നിങ്ങൾ ഞാൻ വിശ്വാസമാക്കുന്നില്ല ഇൻഷാ. ഏതായാലും അങ്ങനെ ആയിരിക്കും നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ കരുതിയാൽ മതി. ഏതായാലും നമ്മൾ മദീനയിൽ നിന്ന് വരുന്നത് ഹിറാമിലാണ്, ഹജ്ജിൻ്റെ ഹിറാമിലാണ്. നമ്മൾ എവിടെ നിന്ന് വരുന്നത്? മദീനയിൽ നിന്നും ഇൻഷാ വരുന്നത്. ഇനി തവാഫും സൈൻ ചെയ്തിട്ട് ഇൻഷാ നമ്മൾ നേരെ മീനയിലേക്ക് പോകും. ഇനി മീനേൻ്റെ കാര്യമാണ് നിങ്ങൾ പറയാനുള്ളത്, എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷേ അത് സാധാരണഗതിയിൽ ഇത്രയും വർഷം നമ്മളെ ഹാജിമാർക്ക് വേണ്ടി സാധാരണ ഗവൺമെൻറ് തലത്തു നിന്ന് ചെയ്യാറുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഹജ്ജ് കമ്മിറ്റിക്കും പ്രൈവറ്റ് ഹാജിമാർക്കും വേണ്ടി 2 സ്ഥലങ്ങളാണ് സാധാരണഗതിയിൽ കൊടുക്കാറുള്ളത്. ഹജ്ജ് കമ്മിറ്റിക്കാർ ബാക്കിലും ഈ പ്രൈവറ്റ് വരുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് പൈസ കൊടുത്ത് ഹജ്ജ് ചെയ്യുന്ന ആളുകൾ മുമ്പിലും 1, 2, 3, 4 മുത്തോഫിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പഴയ കാലത്തൊക്കെ അൽഹംദുലില്ലാഹ് ഹജ്ജ് വിജയിച്ചിരുന്നത്. പക്ഷേ സൗദി ഗവൺമെൻറ് തിരുത്തി സോണുകളാക്കി, അല്ലേ, ABCD എന്ന് പറയുന്ന സോണുകൾ, അല്ല 1, 2, 3, 4, 5 എന്ന് പറയുന്ന സോണുകളാക്കി. ഇന്ത്യ ഗവൺമെൻറ്റിലെ ആളുകൾക്കാണെങ്കിൽ ഹജ്ജ് എന്തെന്നും അറിയില്ല, ഇത് ചെയർമാനും അറിയില്ല, അതിന് മന്ത്രിക്കും അറിയില്ല, അതിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ഹജ്ജ് എന്താണ്, ഇത് എപ്പോഴാണ്, ഇതെങ്ങനെയാണ് ചെയ്യണതല്ല, ഇതുവരെ വിസ അടിക്കുന്ന കാര്യത്തിൽ വരെ അവർ കുറേ ഇപ്പോൾ ഈ സ്ലോട്ടുകൾ മീനുകളൊക്കെ വിതരണം ചെയ്യുന്ന വിഷയത്തിലൊക്കെ ഒരു അനിശ്ചിതത്വം ഇങ്ങനെ നിലനിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന അവരുടെ സീറ്റുകളൊക്കെ അവർ ഗവൺമെൻറ് ഹാജിമാർക്ക് കൊടുത്തതൊക്കെ വിതരണം ചെയ്ത് തീർന്നു പോയി. ഇനിയിപ്പോൾ ബാക്കിയുള്ളതാണ് പ്രൈവറ്റ് ഹാജിമാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മിക്കവാറും കിട്ടാൻ സാധ്യതയുള്ളത് 5ാമത്തെ സോണിലാണ്. ഈ 1, 2, 3, 4 സോണെന്ന് ഏകദേശം പറയുന്നത് ഈ കല്ലെറിയുന്ന ഡിസ്റ്റൻസുമായിട്ട് നമ്മളുടെ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ 5ാമത്തെ സോണിലാണ്. നമ്മൾ ഇതുവരെ വിസ അടിച്ചിട്ടില്ല, മിക്കവാറല്ല നാളെ അടിക്കുമല്ലോ, അല്ലേ ഇൻഷാ അല്ലാഹ്. നാളെയായിട്ട് ഇൻഷാ നമ്മൾ വിസ അടിക്കും ഇൻഷാ. ഇന്നലെ മുതലാണ് വിസ തുടങ്ങിയത്. അപ്പോൾ ആദ്യം പോകേണ്ട ആളുകൾക്ക് ആദ്യം അടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ വിസ പെൻഡിങ്ങിലാണുള്ളത്. ഇൻഷാ ഇന്നോ നാളെയായിട്ട് ഇൻഷാ നമ്മൾ വിസ അടിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ദുആ ചെയ്യും. ഇൻഷാ 2ാമത്തെ സോണിലേക്കും കൂടി അൽഹംദുലില്ലാഹ് 100 റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധ്യതകളുള്ളത് 5ാമത്തേലാണ്. എല്ലാവരും അങ്ങനെ വിചാരിച്ചാൽ മതി. ഇൻഷാ 5ാമത്തെ സോണിലായിരിക്കും മിക്കവാറും നമ്മൾ താമസിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് താമസിക്കുന്നതെങ്കിൽ ഇൻഷാ നമ്മൾ കുറച്ച് കല്ലെറിയുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരമായിരിക്കും. അതുകൊണ്ട് ആ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നത്തെ മിസ്റ്റേക്കോ സംഗതികളൊന്നുമല്ല. ഇത് മൊത്തം പ്രൈവറ്റ് ഹാജിമാരോട് ഇന്ത്യ ഗവൺമെൻറ്റിന് അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ മുമ്പ് കാലത്ത് ചെയ്ത ആളുകളൊന്നുമല്ല ഇപ്പോൾ ഹജ്ജ് കൈകാര്യം ചെയ്യുന്നുള്ളത്. നമുക്കൊന്നും അറിയാത്ത ആ ഗവൺമെൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് വന്ന എന്തെങ്കിലും വീഴ്ചകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ 5ാമത്തെ സോണിലായിരിക്കും നമ്മളുടെ താമസം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങളോട് പറയുകയാണ് ഇൻഷാ അല്ലാഹ് 5ാമത്തെ സോണിലായിരിക്കും മിക്കവാറും നമുക്ക് താമസം കിട്ടാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുൽഹജ്ജ് 7ൻ്റെ അന്ന് രാത്രി നമ്മളെ ഇൻഷാ അല്ലാഹ് നമ്മുടെ റൂമിൽ നിന്നും മീനയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ദുൽഹജ്ജ് 8ൻ്റെ അന്ന് നമ്മളെവിടെ ആയിരിക്കും? മീനയിലായിരിക്കും ഇൻഷാ അല്ലാഹ്. ദുൽഹജ്ജിൻ്റെ അന്ന് രാത്രി തന്നെ പോകും. ഇശാ നിസ്കരിച്ചിട്ടായിരിക്കും മിക്കവാറും പോവുക. കഴിഞ്ഞ വർഷം അങ്ങനെയാണ് പോയത്. സുബ്ഹി, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ നിസ്കാരം മീനയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കരിക്കേണ്ടതായിട്ട് വരും. മീനയിലെ റൂമിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ രാത്രി തന്നെ 8ൻ്റെ അന്ന് രാത്രി തന്നെ നമ്മൾ അറഫയിലേക്ക് കൊണ്ടുപോകും. അറഫയിൽ ഇത്രയും കാലം ടെൻ്റ് ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതൽ അവർ ടെൻ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയാണ്. ചൂട് കാലമാണ്, ജൂൺ മാസം ജൂലൈ മാസം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ചൂട് കാലമാണ്. അതുകൊണ്ട് അവിടെ ടെൻ്റ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ആ ടെൻറ്റിലേക്ക് നമ്മളെ 8ൻ്റെ അന്ന് രാത്രി കൊണ്ടുപോകും. പക്ഷേ അറഫ ആരംഭിക്കുന്നത് 9ൻ്റെ അന്ന് ളുഹറോട് കൂടിയാണ് യൗമുൽ അറഫ ആരംഭിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? തിരക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള സംഗതികളിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അറഫയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അറഫയിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അന്നത്തെ ദിവസം നമ്മൾ മുഴുവൻ അറഫയിലായിരിക്കും. ദുൽഹജ്ജ് 9ന് എന്നത് ഏകദേശം ജൂൺ 15-ാം തീയതി ആയിരിക്കും മിക്കവാറും അറഫ വരാനുള്ള സാധ്യതയുള്ളത് ഇൻഷാ അല്ലാഹ്. അത് നമ്മൾ അറഫനെ കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിപ്പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മൾ കാര്യമായിട്ട് അറഫയിൽ ചെയ്യാനുള്ള ദുആ ചെയ്യുക എന്നുള്ളതാണ്. കാര്യമായിട്ട് അള്ളാഹുലേക്ക് ദുആ ചെയ്യുക. അറഫ കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹജ്ജ് കിട്ടി, അല്ലേ? അൽ ഹജ്ജു അറഫ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് അൽഹംദുലില്ലാഹ് അറഫയിൽ വെച്ച് ആളുകളോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അറഫയാണ് നമ്മളുടെ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഭാഗം അറഫയാണ്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. അറഫയ്ക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്യാറാകണം. ഇനി അറഫ അൽഹംദുലില്ലാഹ് നമ്മൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് മുസ്ദലിഫയിലേക്കാണ്, അല്ലേ? മുസ്ദലിഫയിൽ ഒരു രാത്രിയാണ് നമുക്ക് താമസിക്കാനുള്ളത്. ഇപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ബലഹീനരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുസ്ദലിഫയിൽ നിന്ന് നേരത്തെ പോകാനുള്ള അനുവാദങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും കൊല്ലം അൽഹംദുലില്ലാഹ് ചെയ്തത് അറഫയിൽ നിന്ന് അൽഹംദുലില്ലാഹ് മുസ്ദലിഫയിൽ നിന്ന് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷമാണ് നമ്മൾ മിനയിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മുസ്ദലിഫ എന്ന് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ടെൻറ്റ് അതേ ഭാഗത്താണ്, കല്ലെറിയുന്ന അതേ ഭാഗത്താണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ടെൻറ്റിലേക്ക് പോകും. ഇനി ആ ഭാഗത്തല്ല വരുന്നതെങ്കിൽ നമ്മൾ നേരെ കല്ലെറിയാൻ പോയിട്ട് ഇൻഷാ അല്ലാഹ് കല്ലെറിഞ്ഞ് തിരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ
നമ്മളെ ടെൻറ്റിലേക്ക് വരും. ഇൻഷാല്ല ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ള സംവിധാനങ്ങൾ. ഇൻഷാല്ല നമ്മളെ രണ്ടും സംഗതികളും കാര്യങ്ങളും വന്നതിന് ശേഷം ഇൻഷാല്ല ഫൈനലായിട്ട് നിങ്ങളെ അറിയിക്കും. അന്നത്തെ ദിവസം നമ്മൾ കല്ലെറിഞ്ഞ് ഇൻഷാല്ല തിരിച്ച് റൂമിലേക്ക് തന്നെ വരാനാണ്. കാരണം അന്നത്തെ ദിവസം മിക്കവാറും കാബയിൽ പോയിട്ട് തവാഫ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. കാരണം മുഴുവൻ ഹാജിമാരൊന്ന് തവാഫ് ചെയ്യാൻ വേണ്ടി പോകും, ഭയങ്കര തിരക്കായിരിക്കും. അതേപോലെ തന്നെ ഭയങ്കര നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്, മീന കഴിഞ്ഞു, അറഫ കഴിഞ്ഞു, മുസ്ദലിഫ കഴിഞ്ഞു, ഇപ്പോൾ നമ്മൾ യാത്രയിലാണുള്ളത്. അതുകൊണ്ടൊന്ന് വിശ്രമിക്കാൻ വേണ്ടി നേരെ കല്ലെറിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിൽ വന്നിട്ട് വിശ്രമിക്കും. പിറ്റേ ദിവസം ഇൻഷാല്ല കല്ലെറിയാൻ പോകുന്നതിനോട് കൂടി ഇൻഷാല്ല നമ്മൾ കാബയിൽ പോയി നമ്മുടെ തവാഫുൽ ഇഫാദ അല്ലെങ്കിൽ തവാഫ് സിയാറ എന്ന് പറയപ്പെടുന്ന ഹജ്ജിൻ്റെ തവാഫ് ഇൻഷാല്ല നമ്മൾ നിർവഹിക്കും. രണ്ട് കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ഒന്ന് അറഫയിൽ നൃത്തത്തിനാണ്, രണ്ട് ഹജ്ജിൻ്റെ തവാഫിലാണ്. ബാക്കി എല്ലാ കാര്യത്തിലും ഇൻഷാല്ല എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഷാല്ല ഫിരിയോ അല്ലെങ്കിൽ നോമ്പോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ അൽഹംദുലില്ലാഹ് ഉണ്ട്. പക്ഷേ തവാഫ് നിർബന്ധമായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ അറഫയിൽ നൃത്തവും നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. ഇങ്ങനെ അറഫയിൽ അൽഹംദുലില്ലാഹ് നമ്മളെ അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ 7 കല്ലുകളാണ് എറിയുക. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഇൻഷാ നമ്മൾ അടുണ്ടാകുന്ന സമയത്ത് നിങ്ങളോട് പറയാൻ സമയം കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആദ്യത്തെ ദിവസം 7 കല്ല്, രണ്ടാമത്തെ ദിവസം 21 കല്ല്, മൂന്നാമത്തെ ദിവസം 21 കല്ല്, നാലാമത്തെ ദിവസം 21 കല്ല്, ഇങ്ങനെ 70 കല്ലുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എറിഞ്ഞു തീർക്കും. ഇങ്ങനെ 70 കല്ലുകളും തീർന്നു. രണ്ടാമത്തെ ദിവസം നമ്മളുടെ തവാഫും കഴിഞ്ഞു. നമ്മൾ നേരത്തെ പോകുമ്പോൾ തന്നെ സൈ ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം സൈൻ്റെ ആവശ്യമില്ല. ഇതോടുകൂടി നമ്മളുടെ ഹജ്ജ് ഇൻഷാ അല്ലാഹ് പൂർത്തിയായി. നമ്മൾ തിരിച്ച് അൽഹംദുലില്ലാഹ് ഇപ്പോൾ 16-ാം തീയതി യൗമുൽ അറഫയാണ്, അല്ല 15-ാം തീയതി അറഫയാണ്, 16-ാം തീയതി പെരുന്നാളാണ്, 17, 18, 19 അല്ലേ, ഈ 3 ദിവസങ്ങളിൽ നമുക്ക് അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളാണ് ഇൻഷാ അല്ലാഹ്. 17, 18, 19 അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ പിന്നെ എത്രയുള്ളത് 20, 21, 22, 23, 24 ഈ 5 ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ 23 മുതൽ വരെ, 24 ഉണ്ടാവില്ല കാരണം 24 നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വരും. അപ്പോൾ ഈ 25 മോർണിങ്ങിനല്ലേ, അതെയോ? അപ്പോൾ 25-നും 24-നും കൂടി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. 25-ന് നമ്മൾ വിടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ 20, 21, 22, 23, 24, 25 6 ദിവസം ഇൻഷാ അല്ലാഹ് നമ്മൾ അതേ ഹോട്ടലിലായിരിക്കും വീണ്ടും താമസിക്കാൻ വേണ്ടി വരുന്നത് ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മളുടെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് ഈ രൂപത്തിലാണ് നമ്മളുടെ ഷെഡ്യൂൾ. തിരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിലേക്ക് വിദാഇൻ്റെ തവാഫും ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏകദേശം 34 ദിവസം അല്ലേ. മെയ് 22-ാം തീയതി പോയി ജൂൺ 26-ാം തീയതി വരുന്ന ഈ പാക്കേജിൻ്റെ നമ്മൾ ഏകദേശം 34 ദിവസത്തെ നമ്മളുടെ പാക്കേജിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇൻഷാ അല്ലാഹ്. ഇതാണ് നമ്മളുടെ ഷെഡ്യൂൾ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയമോ സംഗതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ചോദിക്കുക. നമുക്ക് തരാൻ വേണ്ടി പോകുന്ന പെട്ടി ഇതാണ് ഇൻഷാ അല്ലാഹ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നല്ല കാര്യമായ പെട്ടിയാണ്. ഈ ഒരു മാറ്റ് ഇത് നമുക്ക് മുസ്ദലിഫയിൽ ഉപയോഗിക്കാനുള്ളതാണ്. ഈ ഒരു കൊട നമുക്ക് ഇതും അല്ല വെയിലത്ത് ഇത് എപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും സാറ്. നമ്മളെ മുന്നിൽ പരസ്യമുണ്ട് മാഷാഅല്ലാഹ്, നല്ല കൊടയാണ്. അപ്പോൾ ഈ കൊട, ഈ മാറ്റ്, പിന്നെ ബാറ്റ് ബെഡ്ഷീറ്റ് നിങ്ങളോട് എടുക്കാൻ പറഞ്ഞല്ലോ അല്ലേ, എല്ലാം ഓർമ്മയുണ്ടല്ലോ. ഈ ഇത് നമ്മളെ സ്ത്രീകൾക്കുള്ള മൂടൊക്കെ. ഇനി ഈ പെട്ടിക്കൊരു കവറുണ്ട്, അത് എത്തിയില്ല, അത് നാളെ എത്തും. അതുകൊണ്ട് ഈ പെട്ടി ഇങ്ങനെ കൊടുക്കാം. ആ കവർ നിങ്ങൾക്ക് തരും. ഈ പെട്ടിക്ക് സ്ക്രാച്ച് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തുണി കൊണ്ടുള്ള കവറാണ്. ആ കവർ നിങ്ങൾക്ക് തരും. കവർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ കവർ ഇട്ടാൽ മതി. നമുക്ക് പറയാനുണ്ട്. ശ്രദ്ധിക്കണ്ടേ? 20 കിലോ അങ്ങോട്ടും 30 കിലോ ഇങ്ങോട്ടും. പെട്ടി കിട്ടിയാലില്ലേ അതിൻ്റെ ആ നമ്പർ ഒന്ന് ശ്രദ്ധിക്കണം. കാസന്മാരായിരുന്നെങ്കിൽ നമ്പർ എത്രയായിരുന്നു? തുറക്കുന്ന നമ്പർ 49 സീരിയൽ നമ്പർ. ശരിയ നമ്പർ ശരിക്കും ശ്രദ്ധിച്ചോളണം. ആളെ പിറ്റേ നമ്പർ അറിയില്ലാന്നെങ്കിൽ നമ്മളെ നല്ലോണം ശ്രദ്ധിച്ചോളണം. അറിയാം, പെട്ടി മാറുന്നല്ല, നിങ്ങൾക്ക് തുറക്കാൻ വേണ്ടിയുള്ള നമ്പർ. നമ്പറിന്റെ കൂടെ ഓടിക്കുന്നല്ലേ ആളെ മാറുന്നല്ല, ഈ നമ്പർ ഉണ്ടല്ലോ, ഏത് ലോക്ക് ലോക്ക് ലോക്കിന്റെ നമ്പർ, ലോക്കിന്റെ നമ്പർ നടക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ. പിന്നെ നമ്മളെ അൽഹംദുലില്ലാഹ് ഇത് ദുൽഹജ്ജ് 8-ന് നമ്മൾ മിനയിലേക്ക് വരുമെന്ന് പറഞ്ഞു. മിനയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് മിക്കവാറും നമുക്ക് വാഹനങ്ങൾ ഉണ്ടാവും അറഫയിലേക്ക്. അറഫയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ വാഹനം ഏതായാലും ബുക്ക് ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്, അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാ വർഷം ചെയ്യുന്നതാണ്. പക്ഷേ ആ സമയത്തുള്ള വാഹനത്തിന് ഗ്യാരണ്ടി ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ ആ വാഹനം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. കഴിഞ്ഞ വർഷം ഞങ്ങൾ 2 ഗ്രൂപ്പായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പായിരുന്നു, വേറൊരു ഗ്രൂപ്പായിരുന്നു, 100 ആൾ.
നമുക്ക് കിട്ടിയ അൽഹംദുലില്ലാ എനിക്ക് 100 ഗ്രൂപ്പിൽ വാഹനം കിട്ടി, ഇവർക്ക് കിട്ടിയില്ല. അതിപ്പോൾ പറഞ്ഞിട്ട് വേണമില്ല. അൽഹംദുലില്ലാ ലക്ഷക്കണക്കിന് ആളുകളാണ്, അല്ലെ ഏകദേശം 10-30 ലക്ഷം ആളുകൾക്ക് വേണ്ടിയുള്ള വാഹനങ്ങളുടെ തർത്തീബാണ്. ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടായിരിക്കും ഈ വാഹനം വരുന്നത്. എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും മുമ്പിലൂടെ ഏതെങ്കിലും വാഹനം പാച്ചായി കഴിഞ്ഞ് അതല്ലെങ്കിൽ എന്തെങ്കിലും ആയിപ്പോയി, ആക്സിഡൻ്റ് ആയിപ്പോയി, പിന്നെ ആ വാഹനങ്ങളൊന്നും എത്തില്ല. നമുക്ക് സമയത്തിന് തന്നെ നീങ്ങേണ്ടതാണ്. അപ്പോൾ ആ വാഹനത്തിൻ്റെ വിഷയത്തിൽ ചില സമയത്ത് നമുക്ക് നടക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരുങ്ങിക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ അറഫ, മുസ്ദലിഫ, മിന, കല്ലർ ഇത്രയും സ്ഥലങ്ങളിലേക്ക് മിക്കവാറും നടക്കേണ്ടതായിട്ട് വരും. അത് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ വരും. നമുക്ക് അഥവാ വാഹനം കിട്ടിയില്ല എങ്കിൽ, കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വാഹനത്തിലൂടെ പോകാൻ വേണ്ടി സാധിക്കും. മുസ്ദലിഫ വരും. മുസ്ദലിഫ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വാഹനം രണ്ടാമത് തിരിച്ച് കിട്ടാറില്ല. മുസ്ദലിഫയിൽ നമ്മൾ ഇറക്കിയിട്ട് ആ വാഹനം പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ആ വാഹനത്തിന് വരാനുള്ള പെർമിഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ മാക്സിമം അൽഹംദുലില്ലാ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടുണ്ടാവും ഗ്രൂപ്പിനെ, നമ്മളെ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ റോഡാണല്ലേ, എന്ത് സംഭവിക്കുക, റോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു വാഹനം മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിലുള്ള എല്ലാ വാഹനങ്ങളും എന്തായി പോകും. അപ്പോൾ നമ്മളത് മാത്രമല്ല, ഇത് വലിയൊരു ഒരു സംഗതിയാണ്. അതിപ്പോൾ ഇത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് അല്ലാഹ് നമ്മളെ കാക്കുമാറാകട്ടെ. പക്ഷേ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ആടെ നമ്മൾ പെട്ടെന്ന് ചൂടായിട്ട് നമ്മളുള്ള അമലൊന്നും നമ്മൾ പൊളിച്ച് കളയരുത്. നമുക്ക് പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളതാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലമ്പി, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ആദ്യം പോയിട്ട് ഹജ്ജ് ചെയ്തിട്ട് തൗബ ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവില്ല. ഈ ഹജ്ജിന് പോയാൽ തന്നെ തൗബ ചെയ്യാനാണ്. ഇനി വീണ്ടും അതിനേക്കാളും വലിയൊരു തൗബ ചെയ്യേണ്ട ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത്. എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ അൽ ഹജ്ജു സബർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതൊരു സബറാണ്. പക്ഷേ സത്യത്തിൽ അൽഹംദുലില്ലാ സത്യത്തിൽ ഇതൊരു പരീക്ഷണം, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പരീക്ഷണം. എന്താ പരീക്ഷണം? ഉടമസ്ഥനും അടിമയും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അള്ളാഹു, നീ ഉടമസ്ഥനാണ്, ഞങ്ങൾ അടിമയാണ്, നീ കൽപ്പിച്ചു, ഞങ്ങളിതാ ചെയ്തു. എന്തിനെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. എന്തിനാ ഇപ്പോൾ അറഫയിൽ നിൽക്കുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അള്ളാഹ് കൽപ്പിച്ചു, ഞങ്ങൾ ചെയ്തു. എന്തിനാ മുസ്ദലിഫയിൽ രാപ്പാർക്കുന്ന റൂമിൽ പോയിട്ട് കിടന്നിറങ്ങിക്കൂടെ? നല്ല റൂമെല്ലാം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തിനാണ് നമ്മൾ മുസ്ദലിഫയിൽ കിടക്കുന്നത്? അള്ളാഹു, നീ കൽപ്പിച്ചു, ഞങ്ങളിതാ ചെയ്തു. എന്തിനിപ്പോൾ ശൈത്താൻ പറഞ്ഞിട്ട് കല്ലെറിയുന്നത്, അല്ലേ? വലിയൊരു കല്ലിനെ കടിച്ചിട്ട് ശൈത്താൻ പറഞ്ഞിട്ട് എറിയുന്നതാണ്. അള്ളാഹു, നീ കൽപ്പിച്ചു, റസൂലുള്ളാഹ് കാണിച്ചു, ഞങ്ങളിതാ ചെയ്യുന്നു. ഇതിൽ വേറൊന്നുമില്ല. ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ഞങ്ങളിത് അടിമകൾ മാത്രമാണ്, ഞങ്ങളിതാ ചെയ്യുന്നുള്ള കാര്യത്തോടു കൂടി മാത്രം ചെയ്യാണ്. എന്തിനുള്ള ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. അപ്പോൾ ചെറിയൊരു ത്യാഗം ചില സമയത്ത് നമുക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വേണ്ടിയിട്ടല്ല, അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം കിട്ടാനുള്ള നിയ്യത്തോടു കൂടി നമ്മളതിനെ തരണം ചെയ്യണം, അതിനെ നീക്കം ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി പോയി, നന്മ ചെയ്യാൻ വേണ്ടി പോയി തിന്മ ചെയ്ത് തിരിച്ചു വരേണ്ട അവസ്ഥ. ഇനി ശ്രദ്ധിക്കേണ്ട സംഗതികൾ എല്ലാവരും കേട്ടോ. ഒന്ന്, മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് അവരെ മരുന്ന് കൊണ്ടുപോകണം. അല്ലെ, മരുന്ന് സുന്നത്താണ്. മരുന്ന് കൊണ്ടുപോകുന്ന ആളുകൾ അതിൻ്റെ ചീട്ട് കയ്യിൽ വെക്കണം. കേട്ടില്ലേ? ഒന്ന് ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളതാണ്, മരുന്ന് കൊണ്ടുപോകുന്ന ആളുകൾ അതിൻ്റെ ചീട്ടും അൽഹംദുലില്ലാ നിങ്ങളെ കയ്യിൽ കരുതണം. ആ എവിടെന്നെങ്കിലും എന്ത് മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലെന്ന് പറഞ്ഞാൽ മരുന്ന് വലിച്ചിട്ട് ചാടും. പിന്നെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും ഫലമില്ല. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നും ആ മരുന്നിൻ്റെ ചീട്ട് നിർബന്ധമായിട്ടും അൽഹംദുലില്ലാ നിങ്ങൾ കരുതണം. രണ്ടാമത്തത്, കണ്ണട ഉപയോഗിക്കുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് നിർബന്ധമായിട്ട് ഒരു കണ്ണട എന്തായാലും എടുത്തേ പറ്റുള്ളൂ. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ 2 കണ്ണടകൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ സൂക്ഷിക്കണം. മൂന്നാമത്തത്, കൂളിംഗ് ഗ്ലാസ്. എല്ലാവരോടും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ് വേങ്ങല്ല, ഉപയോഗിക്കില്ല എന്ന് പറയേണ്ട. കണ്ണ് തുറക്കാൻ പറ്റൂല, പ്രത്യേകിച്ച് മത്താഫിൽ താഴെ വെളുത്ത മാർബിളുകളാണ്, അതിലേക്ക് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കണ്ണ് കടിക്കും, തുറക്കാൻ പറ്റൂല. ഇത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ കണ്ണ് മീയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം? ഈ കണ്ണട ഉപയോഗിക്കണം. മൂന്നാമത്തത്, ടെലഫോൺ നമ്പർ എഴുതിയ ഒരു എന്തെങ്കിലും ഒരു നോട്ടോ ബുക്കോ കടലാസോ നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ എഴുതണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പെട്ടെന്ന് ആരെങ്കിലും ബന്ധപ്പെടണം എങ്കിൽ ഒന്ന് പെരുതാനാക്കേണ്ട, വേഗം കിട്ടുന്ന ഒരു സ്ഥലത്ത് അൽഹംദുലില്ലാ നിങ്ങളുടെ അത്യാവശ്യമുള്ള നമ്പറുകൾ ഇൻഷാ അല്ലാഹ് എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അൽഹംദുലില്ലാ മനുഷ്യനാണ്, എന്ത് ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ഈ സംഗതികൾ നിങ്ങൾ പ്രധാനമായിട്ടും അൽഹംദുലില്ലാ ശ്രദ്ധിക്കണം. ഇത്രയും സംഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതേപോലെ ദുആ, മുസ്ഹഫ് ആടുന്ന് ഓതാൻ അറിയാത്ത ആളുകൾ ഇതൊക്കെ അൽഹംദുലില്ലാ നിങ്ങൾക്ക് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാം. ഈ സംഗതികളിൽ നമുക്ക് ഒരു മാറ്റമില്ല. പിന്നെ പൈസ, ഒന്ന് നമ്മളത് ഈ പറഞ്ഞ പോലെ 720 റിയാൽ നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാ നിങ്ങൾ കരുതേണ്ടതായിട്ട് വരും. 2, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ താമസം, നിങ്ങളുടെ വിസ, നിങ്ങളുടെ ടിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ബാക്കി സിയാറകൾ, ഇതൊക്കെ അൽഹംദുലില്ലാ ഈ ഗ്രൂപ്പ് പാക്കേജിൽ അൽഹംദുലില്ലാ നിങ്ങൾ കൊടുക്കുന്ന ഈ പൈസയിൽ പെടും. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചിലവഴിക്കേണ്ട പൈസയാണ്. ഇപ്പോൾ എവിടെന്നെങ്കിലും പോയി ചായ കുടിക്കണം, അതല്ലെങ്കിൽ വേറെങ്കിലും ആയിപ്പോയി അൽഹംദുലില്ലാ. അപ്പോൾ കുറച്ചൊരു പോക്കറ്റ് മണി അൽഹംദുലില്ലാ നിങ്ങളെ കയ്യിൽ വെക്കൽ എപ്പോൾ നല്ലതാണ്. അത് റിയാലാക്കിയിട്ട് അൽഹംദുലില്ലാ നിങ്ങളെ കയ്യിൽ സൂക്ഷിക്കണം. ഇന്നലെ പൈസ ഇനി 1 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് കാണില്ല. സൗദി അറേബ്യയിൽ 10 റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ അതുകൊണ്ട് ഉപകാരം കിട്ടും. കാരണം ആ പൈസ നമുക്ക് മാറാനോ അല്ലെങ്കിൽ പോകാനോ സാധിക്കില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾ ചുരുങ്ങിയത് ഒരു 500 റിയാലെങ്കിലും, ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്, ഒരു 1000 റിയാലെങ്കിലും
ഈ അറവിൻ്റെ പൈസക്ക് പുറമെ നിങ്ങളെ കയ്യിൽ ഇൻഷാല്ലാ നിങ്ങൾ റിയാലാക്കിയിട്ട് അൽഹംദുലില്ലാ സൂക്ഷിച്ചിട്ട് വെക്കണം. ഏകദേശം 36 ദിവസം നമുക്ക് താമസിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ പൈസ നിങ്ങൾ വളരെ ഇതാക്കിയിട്ട് നിങ്ങൾ എന്തായാലും അത്രയും പൈസ നിങ്ങൾ നിങ്ങളുടേതായിട്ട് വെക്കണം. നിങ്ങൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ മാറാം, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ബന്ധുക്കൾ ഗൾഫിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നിങ്ങൾക്കത് കൊടുത്തേക്കാം. അതുകൊണ്ട് എക്സ്ട്രാ പൈസ ഇത്രയും പൈസ നിങ്ങൾ കരുതുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതിൽ പ്രധാനമായിട്ട് അൽഹംദുലില്ലാ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന പൈസ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ ടിപ്സ് ചോദിക്കും. അത് ആ ടിപ്സ് സാധാരണഗതിയിൽ അൽഹംദുലില്ലാ നമ്മൾ ഒന്നിച്ച് വാങ്ങിയിട്ട് കൊടുക്കാറുള്ളതാണ്. അത് നിങ്ങൾക്കുള്ള പൈസയാണ്. നിങ്ങളൊരു റിയാലോ 2 റിയാലോ നമുക്ക് ചോറ് വിളമ്പി തരുന്ന പിള്ളമാർക്ക് അതല്ലെങ്കിൽ അവർക്കോ ഇപ്പോൾ 3 ഹോട്ടലിൽ നമ്മൾ താമസിക്കുന്നുണ്ട്. ആദ്യം റിട്ടേൺ താമസിക്കുന്നുണ്ട്, അത് കഴിഞ്ഞാൽ മദീനയിൽ താമസിക്കുന്നുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് വീണ്ടും ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്, വീണ്ടും നമ്മൾ മീനയിൽ നമുക്ക് ചോറൽ വിളമ്പി തരുന്ന സംഗതിയും കാര്യങ്ങളുള്ള അവരിതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അവർ ഈ പണിക്കൊക്കെ നിൽക്കുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അൽഹംദുലില്ലാ അവർക്ക് ടിപ്സ് കൊടുക്കാനുള്ള പൈസ അൽഹംദുലില്ലാ നമ്മൾ കുറഞ്ഞ എന്തെങ്കിലും ചെറിയ എത്രയാണോ നിങ്ങൾക്ക് കഴിയാനുള്ള ആ പൈസ നിങ്ങൾ തന്നെ ആ സമയത്ത് കരുതുന്നുണ്ട്. ഇനി ആ സമയത്ത് പറയുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ല, അൽഹംദുലില്ലാ നിങ്ങൾക്ക് മക്കത്ത് കൊടുത്തു കഴിഞ്ഞാൽ 5-10 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് 5-10 ലക്ഷം കൊടുത്ത പ്രതിഫലമാണ്. അപ്പോൾ ആ വേറെക്കും കൊടുക്കുന്നതിന് പകരം അൽഹംദുലില്ലാ ഈ പൈസ നേരത്തെ ഈ മജീദ് ബാക്കി പറഞ്ഞ പോലെ തന്നെ നല്ല മക്കത്ത് ചിലവഴിക്കണമെന്നുള്ള നിയത്തിൽ കുറച്ച് പൈസ കൊണ്ടുപോലെ തന്നെ ഖൈറാണ്. അല്ല, ഇവിടെ ചിലവഴിക്കുന്നതിനേക്കാളും നല്ല ഹറമിൽ ചിലവഴിക്കണമെന്നുള്ള നിയത്തിൽ കുറച്ച് പൈസ നിങ്ങൾക്ക് കൊണ്ടുപോലെ തന്നെ ഖൈറാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അൽഹംദുലില്ലാ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഡെബിറ്റ് കാർഡ് ചില സമയത്താണെന്നില്ല, അത് ആക്സെപ്റ്റബിൾ ആണ്, പക്ഷെ കിട്ടില്ല എന്നുള്ളത് അല്ലാഹുവഅലം. അതെ, അതറിയാലോ. അതുണ്ട്, FTC ഉണ്ട്. അത് ഇവരത് അത് ഫെഡെക്സ് ഇത് അത് പറയാം, 100 എന്നോട് ചോദിച്ചിട്ട് പറയാം ഇൻഷാല്ലാ. പിന്നെ പറയാനുള്ള എന്താ, അറവിൻ്റെ പറഞ്ഞല്ലോ അല്ലേ നമ്മൾ ഇൻഷാല്ലാ 720 റിയാൽ. പിന്നെ സംസം ഇൻഷാല്ലാ വരുമ്പോൾ നമുക്ക് 5 ലിറ്റർ സംസമാണ് കിട്ടുക. അൽഹംദുലില്ലാ ആ സംസം നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടും ഇൻഷാല്ലാ, സമയം വാങ്ങാം. പിന്നെ പൈസ കൊടുത്തിട്ട് വാങ്ങണം. 12 റിയാലാണ് ഇപ്പോൾ അതിൻ്റെ വില. ആ പൈസ ഇൻഷാല്ലാ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങണം. എക്സ്ട്രാ കിട്ടല്ല, ആകെ 5 ലിറ്റർ നമുക്ക് കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. ആ 5 ലിറ്ററും കൊണ്ട് ഇൻഷാല്ലാ നമുക്ക് വരാം. പിന്നെ റിയാൽ ചേഞ്ചസ് ആയിട്ട് കരുതലാണ് നല്ലത് ഇൻഷാല്ലാ. പല സ്ഥലത്ത് പോയി ചില്ലറയില്ല എന്ന് പറയും. പിന്നെന്തോ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാൻ വിട്ടു. പിന്നെ വീൽ ചെയർ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇൻഷാല്ലാ, ഇതെല്ലാവരും ശ്രദ്ധിക്കുക. വീൽ ചെയർ പറഞ്ഞാൽ നമ്മൾ ഉംറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, ഞാൻ 200 രൂപ കൊടുത്തിട്ട് ഉരുട്ടിയൊന്നും പറയാൻ പറ്റൂല. വീൽ ചെയറിന് കല്ലെറിയാനുള്ള പാക്കേജിന് അവർ ചോദിക്കുന്ന പൈസ 5000 റിയാലാണ്. നമ്മൾ ഇടായാലും വീൽ ചെയർ ഉപയോഗിക്കുന്ന ആരെങ്കിലും നമ്മളെ കൂട്ടത്തിലുണ്ടാ? ഒന്ന് കൈവന്നിച്ച വീൽ ചെയർ ആയിരിക്കും വേണ്ടതെന്നുള്ളത് നോക്കട്ടെ. കല്ലെറിയാനുള്ള പാക്കേജിന് മാത്രം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 ആളുണ്ടായിരുന്നു നമ്മളെ കൂട്ടത്തിൽ വീൽ ചെയർ ഉപയോഗിക്കുന്ന. 2 നേരത്തെ വന്നത് അയാൾക്കാർ ഇതായിട്ട് വീൽ ചെയർ ഉപയോഗിക്കേണ്ട വന്നതിന് വേറൊരു ഇബ്രാഹിച്ചാല അയാളെ പേര്. വീൽ ചെയറിന് ചോദിക്കുന്ന പൈസ എത്ര? വീൽ ചെയർ കല്ലെറിയുന്ന സ്ഥലത്ത് നമ്മൾക്ക് വീൽ ചെയർ ഉപയോഗിക്കണമെങ്കിൽ, ഞാനിത് പിന്നെയും പറയുന്നതാണ്, നമുക്കിപ്പോൾ വീൽ ചെയർ കിട്ടാൻ പറ്റില്ല. 5000 റിയാലാണ്. 5000 റിയാൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ 1,25,000 ഉറുപ്പ്യയായി. അപ്പോൾ ഈ പൈസ നമ്മൾ വീൽ ചെയറിന് വേണ്ടിയിട്ട് കരുതേണ്ടതായിട്ട് തന്നെ വരും. ഞാൻ അടുത്തിലായിട്ട് ഒരു വീൽ ചെയർ തന്ന ഉസ്താദ് പറഞ്ഞാൽ വീൽ ചെയർ തരും, പക്ഷേ ഉരുട്ടാൻ ആളുടെ വില. വീൽ ചെയർ ഉരുട്ടാനുള്ള പാക്കേജിൻ്റെ പൈസ 5000 റിയാലാണ് ചോദിക്കുന്നത്, 5000 റിയാൽ. അതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ തന്നെ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സ്വന്തമായിട്ട് ഉരുട്ടാൻ തയ്യാറുണ്ടെങ്കിൽ പ്രശ്നമില്ല. അവിടെ നിന്നുള്ള ആരോടെങ്കിലും വിളിച്ചിട്ട് ഉരുട്ടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ 5000 റിയാൽ എന്നെങ്കിൽ 1,25,000 ഇന്ത്യൻ്റെ പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളെ അനുഭവത്തിലാണ് ഇത് പറയുന്നത്. ഉംറക്കൽ പോയി കഴിഞ്ഞാൽ 200 റിയാൽ കൊടുത്താൽ മതി, അവർ തവാഫ് ചെയ്തിട്ട് റൂമിൽ കൊണ്ടുവിടും. ഇത് ഉംറയല്ല, അവർ കല്ലെറിഞ്ഞ് നമ്മൾ തവാഫ് ചെയ്യിച്ച് കല്ലെറിഞ്ഞിട്ട് ഇൻഷാല്ലാ 3 ദിവസത്തെ കല്ലെറിഞ്ഞിട്ട് നമ്മൾ റൂമിൽ കൊണ്ടാക്കും. അതിന് അവർ വാങ്ങുന്ന പൈസ 5000 റിയാലാണ്. അപ്പോൾ ഈ പൈസ നമ്മൾ വീൽ ചെയർ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വീൽ ചെയർ കിട്ടുമെന്ന് വിചാരിച്ച് വീൽ ചെയർ ഫ്രീ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ആളുകളെല്ലാം പറയാം വീൽ ചെയർ ഇഷ്ടം പോലെ ഉണ്ടെന്നെല്ലാം പറയും. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഇതിനൊക്കെ അവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ രണ്ടാമത്തെ ഇൻഷാല്ലാ നമുക്ക് ഇൻഷുറൻസ് പാക്കേജ് ഉണ്ടാവും. പക്ഷേ ഇൻഷുറൻസ് പാക്കേജ് എല്ലാ സമയത്തും കിട്ടിക്കൊള്ളണമെന്ന് വരില്ല. അങ്ങനെ അഥവാ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മിനിമം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു 100 റിയാൽ 200 റിയാൽ എന്തായാലും ചിലവാകും. പക്ഷേ മാക്സിമം നമ്മളതൊക്കെ വരാണ്ട് മാക്സിമം നമ്മൾ അൽഹംദുലില്ലാ നമ്മളെ സാധാരണഗതിയിലുള്ള മരുന്നും സംഗതികളും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കലാണ് നല്ലതെന്നെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാ വളരെ എളുപ്പമായി തരും. എന്തെങ്കിലും ക്രിട്ടിക്കൽ ഡിസീസ് ആണെങ്കിൽ അൽഹംദുലില്ലാ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് സംഗതി കാര്യങ്ങളൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫ്രീ ആണ്, ഒന്നും പേടിക്കേണ്ട. അൽഹംദുലില്ലാ നമ്മൾ 2019 വന്നിട്ടുണ്ട്. നമ്മൾ പോയിട്ട് എൻ്റെ കാക്കാക്ക് ഹാർട്ട് അറ്റാക്കായി, വേഗം കൊണ്ടുപോയി 5+ ചെയ്ത് ഇടയെങ്കിൽ 5 ലക്ഷം രൂപ വേണ്ടിണ്ടായിരുന്നു. അവിടെ ഫ്രീ ആയിട്ട് ഒരു പൈസയും കൊടുക്കേണ്ടത് അവർ കംപ്ലീറ്റ് ചെയ്തു തന്നു. അത് അവരെ ഇതാണ് അൽഹംദുലില്ലാ, അത് അയാളെ നസീബാണ് അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അവിടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സംഗതികൾ നടക്കുകയുള്ളൂ. മാക്സിമം അൽഹംദുലില്ലാ നമ്മളുടെ ആരോഗ്യം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്. പിന്നെ
ഫോണ് മെയിൻ സംഗതി പറയാനുള്ളത്. അവിടെ എത്തിയാൽ ചോദിക്കും സിം കൊടുത്തോ, വൈഫൈ കൊടുത്തോ, അത് കൊടുത്തോ, ഇത് കൊടുത്തോ അല്ലേ. നമ്മൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ സഞ്ചരിക്കുകയാണെന്നുള്ള വലിയൊരു ബോധം നമുക്ക് വേണം. പണ്ട് കാലത്തുള്ള പണ്ട് കാലത്തെ അൽഹംദുലില്ലാഹ് ഹജ്ജിന് എങ്ങനെയാണ് പോകല്, എന്തുകൊണ്ടാണ് പോകല്? ആ മയ്യത്തിൻ്റെ തുണിയും കൊണ്ടാണ് പോകല്, ഇന്ന് മൊബൈൽ ഫോണും കൊണ്ടാണ് പോകല്. ഇതാണ് നമ്മളെ ഹജ്ജും പണ്ടത്തെ ഹജ്ജും തമ്മിലുള്ള വ്യത്യാസം. പണ്ടത്തെ ഹജ്ജിന് പോകുമ്പോൾ തന്നെ ആളുകൾ ആദ്യം പെട്ടിയിൽ വെക്കുന്ന സാധനം എന്താണ്? എന്ത്? കഫൻ തുണി വെക്കും. അൽഹംദുലില്ലാഹ് ആദ്യം പെട്ടിയിൽ കഫൻ തുണി വെച്ചതിന് ശേഷമാണ് ബാക്കി എല്ലാ സാധനവും വെക്കല്. എന്നിട്ട് പെരക്കാരോടെല്ലാം പറയും ഇൻഷാ അല്ലാഹ് ബന്ധം കാണാം അല്ലെങ്കിൽ സ്വർഗത്തിന് കാണാം അല്ലേ. അങ്ങനെ പറഞ്ഞിട്ടാണ് പഴയ കാലത്ത് ആളുകൾ യാത്ര ചെയ്യല്. കഫൻ ഉടക്കി വെച്ച് ഇതാ മരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ള വലിയൊരു നീയത്തോടു കൂടി അൽഹംദുലില്ലാഹ് സ്വർഗത്തിൽ വെച്ച് കാണാമെന്നുള്ള വലിയൊരു ബോധത്തോടു കൂടിയാണ് പോകുക. ഇന്ന് പോലെ എങ്ങനെയാണ് പോകുമ്പോൾ തന്നെ പറയുന്നത് എങ്ങനെയാണ്? ആടെത്തിട്ട് ഞാൻ ബാക്കിയെല്ലാം ഞാൻ ശരിയായിക്കോളാം, നിങ്ങൾക്ക് പേടിക്കേണ്ടതൊന്നും വേണം, ഞാനെല്ലാം വിളിച്ചിട്ട് ശരിയായിക്കോളാം എന്നിട്ടാണ് ഇന്നെല്ലാം നമ്മൾ പോലും. പക്ഷേ നമ്മൾ അള്ളാഹുലേക്ക് വിട്ടുകൊണ്ട് അള്ളാഹുലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒന്നിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഗ്രൂപ്പിലായാലും എന്തെങ്കിലും നിങ്ങളെ മുഴുവൻ കുടുംബക്കാരെയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ പേര് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ആരൊക്കെയാണ് നിങ്ങൾ ഗ്രൂപ്പിൽ ചേർക്കേണ്ടത് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാ ആളുകളെയും ചേർക്കും. ഇവിടുന്ന് പുറപ്പെടുന്നത് മുതൽ ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുന്നത് വരെയുള്ള മുഴുവൻ ഇൻഫർമേഷൻസ് അപ്പോൾ ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങനെ നിങ്ങൾക്ക് ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾ കണ്ടില്ലെങ്കിലും നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണും. അൽഹംദുലില്ലാഹ് ഈ ഗ്രൂപ്പ് ഇപ്പോൾ ദാറഫയിലുണ്ട്, ഇപ്പോൾ മുസ്ദലിഫയിലുണ്ട്, ഇപ്പോൾ മിനയിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന സംഗതികളൊക്കെ ചെയ്ത് അതിലപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഉണ്ടാവും. നിങ്ങൾ ആരും അതിനെ പറ്റി ബേജാറാക്കേണ്ട ആവശ്യമില്ല. നാട്ടുകാർ ആരും വിളിച്ചില്ല എന്ന് ബേജാറാക്കേണ്ടത്. നാട്ടുകാരോട് പറഞ്ഞാൽ മതി ഇൻഷാ അല്ലാഹ് ഞങ്ങളെ പറ്റിയുള്ള ഈ ഗ്രൂപ്പിലെല്ലാം ഇൻഫർമേഷൻ വന്നുകൊണ്ടോ നിങ്ങൾ ആരും വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കേണ്ടെന്ന് പറയാം. കാരണം എന്താ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ കൊണ്ടുപോയി അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം നഷ്ടപ്പെട്ട് ദുനിയാവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമ്മൾ ലയിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് അള്ളാഹുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ്? ഈ മൊബൈൽ ഫോൺ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ മൊബൈൽ ഫോൺ ആവശ്യമാണ്, ബന്ധപ്പെടാൻ ആവശ്യമാണ്, പിന്നെ പല പ്രൊസീജിയർക്കും ആവശ്യമാണ്. പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക. അവിടെ ഇറങ്ങിയ ഉടനെ നമുക്ക് ഹജ്ജ് സിമ്മ് കിട്ടും. സിയാറ വിസിറ്റ് സിം എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് വിസിറ്റേഴ്സിൻ്റെ സിമ്മ് കിട്ടും. പക്ഷേ ആ സിമ്മ് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അപ്പം തന്നെ അത് ആക്റ്റീവ് ആവും. പക്ഷേ അത് റൂമിലെത്തിക്കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് വൈഫൈ ഉണ്ടാവും. എന്നുണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര റഷായിരിക്കും. കാരണം 4000-5000 ആളുകൾ താമസിക്കുന്ന ഹോട്ടലാണ്. ആർക്കും എപ്പോഴാണ് കണക്റ്റ് കിട്ടാമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ എങ്കിലും നമ്മൾ വളരെ കൺട്രോളബിളായിട്ട് ഇൻഷാ അല്ലാഹ് മൊബൈൽ ഫോണിനൊക്കെ കൺട്രോൾ ചെയ്ത് ആളുകളോട് നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താദിനെയോ അല്ലെങ്കിൽ നൂറിനെ അല്ലെങ്കിൽ വിളിച്ച് അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അങ്ങോട്ട് വിളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അൽഹംദുലില്ലാഹ് നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾ തന്നെ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ മൊബൈൽ ഫോണിനെ കൺട്രോൾ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും ഫസാദായി പോകും. അതേപോലെ തന്നെയാണ് മദീനത്ത് പോകുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫു അസ്വാതക്കും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുക്കും അൻതും ലാ തശ്ഉറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തഹ്ബതന്ന അഅമാലുക്കും. നിങ്ങൾ ഹജ്ജ് ചെയ്തു നിങ്ങൾ മദീനയിൽ വന്ന് റസൂലുള്ളാഹിനോട് മര്യാദ പ്രകടിപ്പിച്ചില്ല എങ്കിൽ ലതഹ്ബതന്ന അഅമാലുക്കും നിങ്ങളുടെ മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകും. നിങ്ങൾ ആഖിറയിൽ കിതാബ് കിട്ടിയാൽ നോക്കും 2024 ഞാൻ ഹജ്ജ് ചെയ്തതിനല്ലോ ഓർത്ത് കാണുന്നില്ല, ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. 2024 ഹജ്ജ് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പരിഗണിച്ചിട്ട് പോലുമില്ല. ലതഹ്ബതന്ന അഅമാലുക്കും നിങ്ങളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ അമലുകൾ പൊളിഞ്ഞു പോകാതെ അൽഹംദുലില്ലാഹ് സൂക്ഷിക്കണം. ജീവിതകാലം മുഴുവനും ഈമാനോട് കൂടി ജീവിക്കണം. നാളെ ആഖിറത്തിൽ ഈ അമലുകൾ കാണണം. നമ്മുടെ ദുആക്കൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല തലമുറകളോളം ജീവിക്കുന്ന അൽഹംദുലില്ലാഹ് നമ്മളുടെ ആ തലമുറകളിലേക്ക് നമ്മുടെ ദുആക്കൾ എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ഈ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇതിൽ നമ്മൾ വിട്ടുവീഴ്ച ഇൻഷാ അല്ലാഹ് ഒരിക്കലും നമ്മൾ പൂർണ്ണമായ നിലയിൽ അൽഹംദുലില്ലാഹ് വളരെ നല്ല രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു അമലായി ഇതിനെ ഖബൂൽ ചെയ്യണം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഒത്തസബ്ബദു ഫൈന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഒത്തസബ്ബദു നിങ്ങളുടെ യാത്രാ സാമഗ്രികളെല്ലാം നിങ്ങൾ ഒരുക്കിക്കോ. ഒത്തസബ്ബദു എല്ലാ യാത്രാ സാമഗ്രികളും, നിങ്ങളുടെ വിസ, നിങ്ങളുടെ ടിക്കറ്റ്, നിങ്ങളുടെ ഫുഡ്, നിങ്ങളുടെ സിയാറ, നിങ്ങളുടെ ബസ്, നിങ്ങളുടെ ഒരുക്ക് സാധനങ്ങൾ, നിങ്ങളുടെ പെട്ടി എല്ലാം ഒരുക്കിക്കോ. ഒത്തസബ്ബദു ഫൈന്ന ഖൈറസ്സാദി തഖ്വ. പക്ഷേ ഒരുക്ക് സാധനങ്ങളിൽ ഏറ്റവും മികച്ചത് എന്താണ്? തഖ്വയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം അതാണ്. എന്ത് നിങ്ങൾ കൊണ്ടുപോയാലും അല്ലാഹ് കബൂലാക്കില്ല തഖ്വ കൊണ്ടുപോകാത്തിടത്തോളം കാലം. അതുകൊണ്ട് തഖ്വയോട് കൂടി സൂക്ഷ്മതയോട് കൂടി നമ്മൾ ഹജ്ജ് നിർവഹിച്ചാൽ മാത്രമേ നമ്മളുടെ ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ വലിയ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആയിരിക്കണം ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ നിർവഹിക്കേണ്ടത്. വേറെന്ത് പറയാനുള്ള ഇൻഷാ അല്ലാഹ്? ഇതിൽ ആദ്യം ഹജ്ജ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? പകരം ഹജ്ജ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ? നിങ്ങൾ പകരമാണ് ഇൻഷാ അല്ലാഹ്.
പകരം ഹജ്ജ് ചെയ്യുന്ന അറിയുമല്ലോ, പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇൻഷാല്ലാ പകരം ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം സ്വന്തം ഹജ്ജ് ചെയ്ത ആളുകൾക്ക് ഇൻഷാല്ലാ പകരം ഹജ്ജ് ചെയ്യാം. പകരം ചെയ്യുന്ന അമലുകൾ അൽഹംദുലില്ലാഹ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പകരം ചെയ്താൽ കിട്ടുന്ന 5 അമലുകളെക്കുറിച്ച് അൽഹംദുലില്ലാഹ് സാധാരണഗതിയിൽ പറയും. ബാക്കിയുള്ളതൊക്കെ സംശയം, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരാൾ മരിച്ച അയാൾക്ക് ദിക്ർ പറഞ്ഞാൽ കിട്ടുമോ കിട്ടില്ല, ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ സുന്നികൾ പറയും കിട്ടുമെന്ന്, മുജാഹിദീങ്ങൾ പറയും കിട്ടൂല എന്ന്. പക്ഷേ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്, ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത സംഗതിയാണ് ഹജ്ജും ഉംറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നൊരു സ്ത്രീ പറഞ്ഞു, അല്ല എൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കെ എൻ്റെ ഭർത്താവ് ഹജ്ജ് ചെയ്തിട്ടില്ല, അല്ല ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച സ്ത്രീയോട് ചോദിച്ചതാണ്, നിൻ്റെ ഭർത്താവിന് കടമുണ്ടായിരുന്നെങ്കിൽ നീ വീടുമായിരുന്നല്ലോ ചോദിച്ചു. തീർച്ചയായും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്, ഹജ്ജ് കടമാണ്, നീ അവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്കൊരു തെളിവ് കിട്ടിയത് പകരം ഹജ്ജ് ചെയ്യാനുള്ള ഹദീസാണ് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകരം ഹജ്ജും ഉംറയും ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇൻഷാ അല്ലാഹ്. മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഹജ്ജ് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്, അത് അൽഹംദുലില്ലാഹ് അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഹജ്ജ് തന്നെയാണ്. അവരെ കടമാണ് അൽഹംദുലില്ലാഹ്. അവർക്ക് പഴയ കാലത്ത് ദാരിദ്ര്യത്തിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. ഇന്ന് മക്കളായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകി ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി പകരം ഹജ്ജ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് സംശയമില്ലാത്ത രൂപത്തിൽ അൽഹംദുലില്ലാഹ് മരിച്ചുപോയ ആളുകൾക്ക് കിട്ടുന്ന ഒരു അമലിൻ്റെ കൂട്ടത്തിലാണ് ഹജ്ജും ഉംറയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് പകരം ഹജ്ജ് ചെയ്യാം. പിന്നെ 720 റിയാൽ, ഏകദേശം 15,000 റുപ്യ വരും. ആ അങ്ങനെ പറ്റെല്ലാം അറിഞ്ഞു, നിങ്ങൾ റിയാലാക്കിയിട്ട് തന്നാൽ മതി ഇൻഷാ അല്ലാഹ്. ആ തന്നാലും ഇൻഷാ അല്ലാഹ് നമ്മൾ വെച്ചോളാം ഇൻഷാ അല്ലാഹ്. അത് ഇതാക്കാം. പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ചോദിക്കാനോ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തിട്ട് പിരിയാം. റൗദയിൽ പ്രവേശിക്കാൻ സൗദി ഗവൺമെൻറ് നിയമപ്രകാരം ഒരു വർഷത്തിൽ ഒരു തവണയാണ്. അപ്പോൾ നമ്മൾ ഹജ്ജിന് പോയ ആളുകൾക്ക് ആ ഇളവ് ഉണ്ടാവും പൊതുവേ അൽഹംദുലില്ലാഹ്. ഹജ്ജിന് പോകുന്ന മുഴുവൻ ആളുകളെയും അവർ ഹജ്ജ് വിസ എന്നുള്ള കാരണത്താൽ അൽഹംദുലില്ലാഹ് അവർക്ക് റൗദയിലേക്കുള്ള പ്രവേശനം തരും. റൗദയിലേക്കുള്ള പെർമിഷൻ ആകെ 5 മിനിറ്റാണ് കിട്ടുക സാധാരണ ഇതിൽ. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. അത് ആ സമയത്ത് തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾക്ക് വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മളെ മുത്തവഫ് കൊടുത്തോ. ആ ഇൻഷാ അല്ലാഹ്. ഇത് അപ്പോൾ റൗദ എന്ന് പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാഹ് മാ ബൈന ബൈത്തി ഒ മിമ്പരി റൗദത്തും മിൻ റിയാദുൽ ജന്ന. എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു സ്ഥലത്തിനാണ് ശരിക്കും റൗദ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് സൗദി അറേബ്യ അത് വലുതാക്കിയിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ എല്ലാവർക്കും കൂടി തിരക്കൂട്ടി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷമുള്ള സൗദി റൗദൻ്റെ ഇതാണ്. റൗദയിലേക്ക് നേരത്തെ പോകുന്ന ആളുകൾക്ക് പെർമിഷൻ എടുക്കണം. ആ പെർമിഷൻ ഓൺലൈൻ മുഖാന്തരം എടുക്കണം. നമ്മളെ വിസ മുഖാന്തരം അൽഹംദുലില്ലാഹ് നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മൊബൈൽ ഫോണിലേക്ക് അതിൻ്റെ OTP വരും. ആ OTP ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി ആ സമയത്ത് നമുക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഹജ്ജിനും ഉംറക്കും നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്കുള്ള പ്രത്യേകത എന്താ പറഞ്ഞാൽ കമ്പനിക്ക് നേരിട്ട് തന്നെ 50 ആൾക്ക് ഒന്നിച്ച് ചെയ്യാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ഇത്ര പെണ്ണുങ്ങൾ ഇത്ര നമ്മൾ ഏകദേശം 20 പെണ്ണുങ്ങൾ 23 ആണുങ്ങളാണെന്ന് തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഫോൺ കയ്യിൽ വെക്കൽ നല്ലതാണ്. ഏത് സമയത്തോടെ നിയമം മാറാം. സൗദി അറേബ്യൻ്റെ നിയമം കണ്ണിഞ്ഞ് മിനിറ്റ് തുറക്കുമ്പോഴേക്ക് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ഹജ്ജിൻ്റെ വിസൻ്റെ കഥ തന്നെ അൽഹംദുലില്ലാഹ് ഇത്രയും കൊല്ലം നമ്മൾ ചെയ്ത ഒരു പ്രൊസീജിയറല്ല ഈ വർഷം അവർ പറയുന്നത്. അവർ പറയുന്നത് വേറൊരു പ്രൊസീജിയറാണ്. ഇത്രയും വർഷം അൽഹംദുലില്ലാഹ് മുത്തവഫായിരുന്നു, ഇക്കൊല്ലം മുത്തവഫില്ല. ഇത്രയും വർഷം അല്ല. അപ്പോൾ കണ്ണിഞ്ഞ് മിനിറ്റ് എടുക്കുന്നതിനിടയിൽ എന്ന് പറയുന്ന നാളെ മുതൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ്. പിന്നെ നമുക്ക് ആർക്കും അങ്ങോട്ടേക്ക് ചോദിക്കാൻ പറ്റില്ല ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പോൾ റൗദയിൽ അൽഹംദുലില്ലാഹ് പെർമിഷന് നമുക്ക് ഒരിക്കൽ കിട്ടും. അത് നഷ്ടപ്പെടുത്തരുത് നമ്മൾ ഇൻഷാ അല്ലാഹ്. റൗദ എന്ന് പറഞ്ഞാൽ എന്താണ്? റൗദത്തും മിൻ റിയാദുൽ ജന്ന, സ്വർഗീയമായ അനുഗ്രഹങ്ങളും ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ കഷ്ണമാണ് റൗദ. അവിടെ വെച്ച് അൽഹംദുലില്ലാഹ് യഥാർത്ഥമായ റൗദയിലേക്ക്, യഥാർത്ഥമായ സ്വർഗ്ഗത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പോൾ മിക്കവാറും കമ്പനി ചെയ്യും ഇൻഷാ അല്ലാഹ്. അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്നിച്ചുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് എനിക്ക് ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മളിപ്പോൾ നമ്മൾ പൈസയും സംഗതി കാര്യങ്ങളൊക്കെ വാങ്ങിയതാണ്. ഈ എഗ്രിമെൻറ്റ് ഇത് ഗവൺമെൻറ് തലത്തിൽ ഇൻഷാ അല്ലാഹ് ഹജ്ജ് കമ്മിറ്റിക്ക് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ എഗ്രിമെൻറ്റ് ഇൻഷാ അല്ലാഹ് സൈൻ ചെയ്യണം. നിങ്ങളെ കൂടെ ആരാളുള്ളത്? ഒറ്റക്കാണ്. നിങ്ങൾ പോയിക്കോ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ്. ബീരാഞ്ചൻ്റെ ആരാളുള്ളത്? ഭാര്യ. നിങ്ങൾ ഭാര്യ അങ്ങോട്ട് പോയിക്കോടെ മതി. അവിടെ 3 സ്റ്റെയർ വെക്കാ. അതോ നിങ്ങളോള് ഐഷ ബീരാഞ്ചാൻ്റെ ഓള് ഇൻഷാ അല്ലാഹ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. അതേപോലെ ചായ റെഡിയാക്കിയിട്ടുണ്ടോ ഇൻഷാ അല്ലാഹ്? ചായയും കടിയുണ്ട്. അതും കുടിച്ച് ദുആ ചെയ്തിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. അതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ ഇൻഷാ അല്ലാഹ്. നമ്മൾ പറഞ്ഞു പയ്യെ ചോദിച്ചിട്ട് അകത്തേക്ക് എത്തിയിട്ട് ഓർമ്മ വന്നിട്ട് അതിൻ്റെ പിന്നെ ഗുണമില്ല.
മക്ക മദീന ബസ് യാത്രയാണ്. ബസ്സിലാണ് നമുക്ക് യാത്ര. നമ്മൾ ഗ്രൂപ്പ് ആയതുകൊണ്ട് അൽഹംദുലില്ലാ ബസ്സിലാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ പേരിൽ ഉംറ ചെയ്യാം ഇൻഷാ അല്ലാ. അത് യാതൊരു തടസ്സവും ഇല്ല ഇൻഷാ അല്ലാ. മതി ഇൻഷാ അല്ലാ. പറഞ്ഞു തരും ഉസ്താദ് ഇൻഷാ അല്ലാ. എങ്ങനെയാണ് നമ്മൾ നിയ്യത്ത് ചെയ്യേണ്ടത്, മരിച്ച ആൾക്കുള്ള നിയ്യത്ത് എന്താണെന്നുള്ളത് ഇൻഷാ അല്ലാ പറഞ്ഞു തരും. എങ്ങനെ പൈസ മാറാൻ നല്ലത് നമ്മൾ ചക്കര ബജാറിൽ അൽഹംദുലില്ലാ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ റിയാൽ കിട്ടും. ഇത് നമ്മളോട് നിങ്ങളോടൊരു പാത്രം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. എല്ലാവരോടും ഒരു പാത്രം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മൂടിയുള്ള പാത്രം. ഇതെന്തിനാണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ മീനായിൽ താമസിക്കുകയാണ്, നമുക്ക് മീനായിലേക്ക് എത്തേണ്ട ഫുഡ് സമയത്ത് എത്തിയില്ല, കുറച്ച് ദൂരം പോയിട്ട് ചിലപ്പോൾ വേങ്ങേണ്ട വന്നു കഴിഞ്ഞാൽ പക്ഷേ അത് അവിടെ നിന്ന് പൊയങ്ങിയിട്ട് കൊടുത്തിട്ട് നമ്മൾ റൂമിൽ നിന്ന് കഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മളൊരു പാത്രമൊന്നും ഇല്ലെങ്കിലും നമുക്കന്ന് ഫുഡ് കിട്ടില്ല. ഇതിനൊരുള്ള ഒരു നേരത്തേക്കുള്ള ഭക്ഷണം സ്റ്റോർ ചെയ്യാനുള്ള ഒരു പാത്രം, ഒരു 1-2 തട്ടിയുള്ള കഞ്ഞിപ്പാത്രം പോലുള്ള ഒരു പാത്രം സൂക്ഷിക്കലാണ് നിങ്ങൾക്ക് നല്ലത്. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഒരാൾ നേരത്തെ ഹറമിലേക്ക് രണ്ടാൾ ഒന്നിച്ച് പോയി, ഒരാൾക്ക് വഴി തെറ്റിപ്പോയി, ഒരാൾ നേരത്തെ എത്തി, ഒരാൾ വഴി എത്തി. നേരത്തെ എത്തിയ ആളുകൾക്ക് എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാ ആ ചോറിൻ്റെ സമയത്ത് അവിടെ നിന്ന് പോയിട്ട് ചോറ് മേങ്ങിയിട്ട് വെച്ചിട്ട് ആ പാത്രത്തിൽ വെച്ചിട്ട് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന ആളുകൾക്ക് കഴിക്കുക. ഇങ്ങനെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു പാത്രം ഇൻഷാ അല്ലാ നമ്മൾ സ്വന്തമായിട്ട് കരുതണം. ഒരു ചെറിയൊരു കഞ്ഞി കുടിക്കാൻ പോലത്തെ ഒരു പാത്രം ഇൻഷാ അല്ലാ, ഒരു കറി വെക്കാനുള്ള ഒരു പാത്രം, ഇങ്ങനെ ചെറിയൊരു കഞ്ഞിപ്പാത്രം പോലത്തെ ഒരു പാത്രം, ഒരു സ്പൂണും അൽഹംദുലില്ലാ കൈ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമർജൻസി അഥവാ ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. മീന മുസ്ദലിഫ ചില സമയങ്ങളിൽ നമുക്ക് ഭക്ഷണം കിട്ടിയെന്ന് വരില്ല, അപ്പോൾ അവിടെ പോയിട്ട് മീൻ കൊടുത്തിട്ട് ചിലപ്പോൾ കഴിക്കേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ ഒന്നും ഭക്ഷണത്തിനുള്ള തർത്തീവുകളില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത് എടുക്കാൻ പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് സ്നാക്സ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ, സ്നാക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അത് എടുക്കുന്ന ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് ഷുഗറുള്ള ആളുകൾ, അവർക്ക് ഏത് സമയത്ത് അവർക്ക് ഷുഗർ ഡൗൺ ആവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവർ സ്നാക്സ് എപ്പോൾ അവരെ കയ്യിൽ കരുതണം. പിന്നെ ചില സമയത്ത് അൽഹംദുലില്ലാ നമ്മൾക്ക് കുറിക്കാൻ ചില ബസ്സിൽ ഇപ്പോൾ ദീർഘമായ യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക്, അതേപോലെ തന്നെ നമ്മളെ ബദർ യാത്ര, തായിഫിലേക്കുള്ള യാത്ര ഉണ്ടെങ്കിൽ അങ്ങനെ ഈ ബസ്സിലൊക്കെ അൽഹംദുലില്ലാ നമുക്ക് എന്തെങ്കിലും കുറിക്കാൻ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അൽഹംദുലില്ലാ ഇത് കുറിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ സ്നാക്സ് നിങ്ങളെ കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. കുറച്ച് മതി അൽഹംദുലില്ലാ. എല്ലാവരും കൂടി ആകുമ്പോൾ അൽഹംദുലില്ലാ അല്ലാഹ് ബർക്കത്താക്കും ഇൻഷാ അല്ലാഹ്. ആണുങ്ങൾക്ക് വേറെ പെണ്ണുങ്ങൾക്ക് വേറെയാണ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ സാധാരണഗതിയിൽ ഹജ്ജ് ഉംറക്ക് പോകുന്ന പോലെ അല്ല. സൗദി ഗവൺമെൻറ് നിയമമാണ് ഹാജിമാർക്ക് റൂം 1 മീറ്ററും 80 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്ററും 25 സെൻറ്റിമീറ്ററും വീതിയുള്ള സ്ഥലമാണ് ഹാജിമാർക്ക് അലോട്ട് ചെയ്യുന്നത്. നമ്മൾ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൂമിൽ 2 ബെഡ് എന്ന് കണക്കൂട്ടി കഴിഞ്ഞാൽ ഇല്ല. ആടെ 30 ലക്ഷം ആളുകൾക്ക് താമസിക്കാൻ അറമിൻ്റെ പരിസരത്ത് അവർക്ക് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് അൽഹംദുലില്ലാ സ്ഥലം കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടേ അവർ ബെഡ് ഇടുള്ളൂ. അപ്പോൾ ആ രൂപത്തിലാണ് ബെഡ് ഇട്ടിട്ടുണ്ടാവുക. മിനിമം ഇത്രയാണ് ഒരു ഹാജിക്ക് കൊടുക്കേണ്ടത് അവരെ എഗ്രിമെൻ്റ് പ്രകാരം. അല്ല, 1 മീറ്റർ 80 സെൻറ്റിമീറ്റർ നീളവും 1 മീറ്റർ 25 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു കട്ടിലാണ് ഒരു ഹാജിക്ക് അലോട്ട് ചെയ്യുക. അതിന് മാത്രം പൈസയാണ് അവർ വാങ്ങുന്നത്. അപ്പോൾ ആ രൂപത്തിൽ ആണുങ്ങൾ വേറെ റൂമിലായിരിക്കും, സ്ത്രീകൾ വേറെ റൂമിലായിരിക്കും. ആർക്കും സ്പെഷ്യൽ റൂം വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്ന വലിയൊരു എമൗണ്ട്, ഒരു 7 ലക്ഷം റുപ്യേനെ ചിലപ്പോൾ മിക്കവാറും കൊടുക്കേണ്ടതായിട്ട് വരും. 4 ആളാണ് ആവറേജ് ഉണ്ടാകുക. ചിലപ്പോൾ 3 ആളുണ്ടാവും, ചിലപ്പോൾ 5 ആളുണ്ടാവും. ആവറേജ് നമ്മൾ സാധാരണഗതിയിൽ പറയൽ ഒരു റൂമിൽ 4 ആളുടെ ആവറേജാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ചില സമയത്ത് അത് ചിലർ 3 ആയിരിക്കും, ചിലപ്പോൾ അത് 5 ആയിരിക്കും. അത് ചില സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ അങ്ങനെ പെട്ടുപോകലുണ്ട്. സഞ്ജിത പിന്നെ ഈ പെട്ടി ഇൻഷാ അല്ലാഹ് ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്തിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് പോകുമ്പോൾ തന്നെ ഈ പെട്ടി നിങ്ങൾ ഓഫീസിലാണ് ഉള്ളത്. ഓഫീസിൽ പോകാൻ നിങ്ങൾ പെട്ടി വാങ്ങാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പോകുന്ന സമയത്ത് പെട്ടി വാങ്ങിയിട്ട് പോകാം. മുസ്തഫ മൈൻകുട്ടി, നിങ്ങളുടെ ഫാമിലിയും ദൈനബി മുസ്തഫ ചോദിക്കാം. നമ്മളെ പ്രത്യേകിച്ചതായ ഒരു സംശയം, ഇത് നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിശ്ചിതമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ സ്ത്രീകൾ അവരെ പീരീഡിലാണെങ്കിലും അവർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കണം. നമ്മളൊന്നിച്ച് തന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ പീരീഡാണ്, നമുക്ക് ഇഹ്റാമില്ല എന്നുള്ള നിയത്തില്ല. അവർ പീരീഡിലാണെങ്കിലും അവർ ഇഹ്റാമിൽ പ്രവേശിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മളെപ്പോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കണം. അവർക്ക് തവാഫ് മാത്രമേ ഹറാമുള്ളൂ.
തവാഫ് ചെയ്യാൻ പറ്റില്ല, മസ്ജിദുൽ ഹറമിലേക്കോ മസ്ജിദ് നബിയിലേക്കോ പോകാൻ പറ്റില്ല. ബാക്കി എല്ലാ അമലുകളും അൽഹംദുലില്ലാഹ് മറ്റുള്ളവരെ പോലെ തന്നെ ചെയ്യുക. ഉദാഹരണമായിട്ട് മദീനത്ത് വരുന്ന സമയത്തായിരിക്കും പീരീഡായി പോയി അവർ അറഫയിൽ എന്താ ചെയ്യേണ്ടത്, മുസ്ദലിഫയിൽ എന്താ ചെയ്യേണ്ടത്, ഇതിനെപ്പറ്റിയൊന്നും നമ്മൾ ഖേദം അല്ലെങ്കിൽ ഒന്നും പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു പ്രകൃതിപരമായ ഒരു ആവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ അവർ ചെയ്യേണ്ട എന്താണ്? അൽഹംദുലില്ലാഹ് അവർ മറ്റുള്ളവരെ പോലെ തന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. സാധാരണ ഇതിൽ കുളിച്ച് റെഡിയായി എന്നിട്ട് ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ ഇഹ്റാമിൻ്റെ നിയത്തോടു കൂടി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. നമ്മൾ അറഫയിലേക്ക് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് അറഫയിൽ നിൽക്കുന്നുള്ള നിയത്തിൽ അൽഹംദുലില്ലാഹ് അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിലേക്ക് വരിക, അൽഹംദുലില്ലാഹ് മിനയിലേക്ക് വരിക. നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർ കുളിച്ച് ശുദ്ധിയായിട്ടില്ല എങ്കിൽ അവർ തവാഫിന് വരേണ്ട ആവശ്യമില്ല, ഇൻഷാ അല്ലാഹ് അവർ പുറത്ത് നിൽക്കുക. അവരെപ്പോഴാണ് കുളിച്ച് ശുദ്ധിയാകുന്നത് അതിന് ശേഷം മാത്രമേ അവർക്ക് തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ അമലുകളിലും അവർക്ക് മറ്റ് ഹാജിമാരെ പോലെ തന്നെ പങ്കെടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജാണ് ചെയ്തത്. ആ ഹജ്ജിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു. തങ്ങളെ അൽഹംദുലില്ലാഹ് ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്തു. തങ്ങളുടെ ഹജ്ജിൻ്റെ പേര് ഖിറാൻ എന്നാണ്. രണ്ടും ഹജ്ജും ഉംറയ്ക്കും വേണ്ടി ഒന്നിച്ച് നിയത്ത് ചെയ്തു. കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണ്ട്. എല്ലാ ആളുകളും അൽഹംദുലില്ലാഹ് ഹജ്ജും ഉംറയും ഒന്നിച്ച് ചെയ്തു. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് ഈ മെൻസസ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഉംറ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് തിരിച്ചു വരാൻ വേണ്ടി വിദാഇൻ്റെ തവാഫ് കഴിഞ്ഞ് തിരിച്ചു വരാൻ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഹജ്ജും ചെയ്തു ഉംറയും ചെയ്തു, എൻ്റെ ഹജ്ജ് മാത്രമേ ബാക്കിയുള്ളൂ, എനിക്ക് ഉംറ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം ചെയ്യും, മക്കയുടെ വെളിയിൽ ഇന്ന് തനിയം എന്നറിയപ്പെടുന്ന അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് തന്നെ ഉമ്മുൽ മുഅ്മിനീൻ അല്ലേ സയ്യിദ ആയിഷ റളിയല്ലാഹു തആല എന്നാണ് ആ പള്ളിയുടെ പേര് തന്നെ. ആ പേര് വരാനുള്ള കാരണം ഇതാണ്. ആയിഷ റളിയല്ലാഹു തആല ആ സ്ഥലത്ത് പോയി ഇഹ്റാമിൽ പ്രവേശിച്ചു. അൽഹംദുലില്ലാഹ് മക്കയിലെത്തി അൽഹംദുലില്ലാഹ് തവാഫ് ചെയ്തു, സഈ ചെയ്തു, ഉംറ ചെയ്തു. അപ്പോൾ ഒരു മനസ്സിലുള്ളൊരു സ്ത്രീ എങ്ങനെയാണ് അൽഹംദുലില്ലാഹ് അവരെങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉംറ ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം അൽഹംദുലില്ലാഹ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു തആലയോട് മക്കയുടെ വെളിയിൽ പോയി ഉംറ ചെയ്യുക, ഇഹ്റാമിൽ പ്രവേശിക്കാൻ വേണ്ടി പറഞ്ഞു. ഇഹ്റാമിൽ പ്രവേശിച്ചു, അൽഹംദുലില്ലാഹ് ഹജ്ജും ഉംറ ചെയ്തു. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചെയ്തു. കൂട്ടത്തിൽ പോയ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല ചെയ്തില്ല, സഹോദരനാണ് അല്ല, കൂട്ടത്തിൽ പോയതാണ്. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം. എന്താണ് തനിയമേലെ ഉംറ സഹിയാവോ ഇല്ലേ? ഇത് സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. മെൻസസ് ഉണ്ടായതിൻ്റെ പേരിൽ ആയിഷ റളിയല്ലാഹു തആല ചെയ്തു, കൂടെ പോയിരുന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല ചെയ്തില്ല. പക്ഷേ ഈ ചോദ്യം നമ്മൾ സാധാരണഗതിയിൽ മലയാളികളായ ആളുകൾ അൽഹംദുലില്ലാഹ് പരസ്പരം ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കും. സാധാരണ സൗദി അറേബ്യയിലെ വലിയൊരു പണ്ഡിതനുണ്ട്, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹു തആല, ഏറ്റവും അറിയപ്പെടുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുക്കുകയും നമ്മളുടെ എല്ലാവരുടെയും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല നിർവഹിക്കുകയും ചെയ്ത ഒരു കർമ്മത്തെ, ഒരു അമലിനെ നമുക്കതിനെ വിധേയത്തുന്നു അല്ലെങ്കിൽ മോശമാണെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ചെയ്യേണ്ട ആളുകൾക്ക് ചെയ്യുക, ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാഹ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ അനുവാദം കൊടുത്തു, ആയിഷ റളിയല്ലാഹു തആല ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് തനീമിൽ നിന്നും ഉംറ നിർവഹിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇൻഷാ അല്ലാഹ് അപ്പോൾ സൈൻ ചെയ്ത ആളുകൾ അവരൊരു ബാഗ് വാങ്ങിയിട്ടായിട്ട് ഇൻഷാ അല്ലാഹ് പോവുക. ബാക്കിയുള്ള ആളുകൾ ഇൻഷാ അല്ലാഹ് ചായ പിടിച്ചിട്ട് നിൽക്ക്. സൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പിരിയാം. ഇപ്പോൾ നമ്മൾ ദുആ ചെയ്തിട്ട് നമ്മൾ പിരിയാണ് ഇൻഷാ. അതിന് ബാക്കി ആയിരിക്കും ഒന്നും ചോദിക്കാനും പറയാനൊന്നുമില്ലല്ലോ. പെട്ടി വാങ്ങിയിട്ട് പോയാൽ മതി ഇൻഷാ അല്ലാഹ്. അത് നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഇനി ക്ലാസ് വേണ്ടാലോ, അതിന് വേണ്ടപ്പാ, നമുക്ക് നമുക്ക് എന്തെല്ലാം പണിയുണ്ട്, കഴിഞ്ഞില്ല അൽഹംദുലില്ലാഹ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കും ഇൻഷാ അല്ലാഹ്. ആർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. കാണാൻ ക്ലാസ് ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് എല്ലാ ഇൻഫർമേഷൻസും വരും ഇൻഷാ അല്ലാഹ്. എല്ലാ സംഗതികളും ഗ്രൂപ്പിൽ അറിയിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്തിട്ട് പിരിയാണ് ഇൻഷാ അല്ലാഹ്. അല്ല ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ പറഞ്ഞതും കേട്ടതെല്ലാം സാലിഹായ അമലായി അല്ലാഹ് കബൂലാക്കട്ടെ. നമ്മളെ നിയ്യത്ത് അല്ലാഹ് പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാ വിഷമങ്ങളും അല്ലാഹു പരിഹരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറും മർളിയായ സിയാറത്തിന് അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم انزله المقاعد المقرب عندك يوم القيامة. عبد الرشيد. اللهم انزله المقاعد المقرب عندك يوم القيامة. عبد الرشيد. يا قيوم برحمتك نستغيث. يا حي يا قيوم برحمتك نستغيث. يا حي يا قيوم برحمتك نستغيث. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. യാ അല്ലാഹ് ഞങ്ങളുടെ അമലുകളെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങളുടെ നിയ്യത്തുകളെ നീ പൂർത്തീകരിച്ച് തരണേ അല്ലാഹ്. യാ അല്ലാഹ് നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് ഉംറ നിർവഹിച്ച് സിയാറ നിർവഹിച്ച് തിരിച്ചു വരാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ഞങ്ങൾക്ക് മാറ്റി തരണേ അല്ലാഹ്. വിശുദ്ധമായ അറഫയിൽ നിന്നുകൊണ്ട് അല്ലാഹു പാപമോചനത്തോടു കൂടി തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് വിദാഇൻ്റെ തവാഫ് ചെയ്യും മക്കയോട് വിട പറയുമ്പോൾ അല്ലാഹു നിൻ്റെ മുഴുവൻ അമലുകളും അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, നിൻ്റെ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ടിരിക്കുന്നു പറയുന്ന ഭാഗ്യവാന്മാരെ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറയുമ്പോൾ ലബ്ബൈക്ക് വസഅദൈക്ക് എന്ന് മലക്കുകൾ വിളിച്ച് പറയുന്ന ലബ്ബൈക്കയിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. യാ അല്ലാഹ് ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി ദുആ ചെയ്യുന്നു അതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്.
വലിയ പ്രതീക്ഷയോടുകൂടി ഞങ്ങളെ ദുആക്ക് ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ അല്ലാ. യാ അല്ലാ, ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ദുആ ചെയ്തു അതൊന്നും നീ തള്ളിക്കളയല്ലേ അല്ലാ. അതെല്ലാം നീ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യണേ അല്ലാ. യാ അല്ലാ, സർവ്വതും നിന്നിലേക്ക് ബരമേൽപ്പിക്കുകയാണല്ലോ അല്ലാ. യാ അല്ലാ, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ ബന്ധുക്കളെയും സമ്പത്തുകളെയും നിന്നെ ഏൽപ്പിക്കുകയാണല്ലോ അല്ലാ. യാ അല്ലാ, നീ അത് നല്ല രീതിയിൽ ഏറ്റെടുക്കണേ അല്ലാ. യാ അല്ലാ, നിന്നിൽ ബരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അത് പാഴായി പോവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാമല്ലോ അല്ലാ. യാ അല്ലാ, ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലാഹു തൗബ ചെയ്തുകൊണ്ട് നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. യാ അല്ലാ, ജീവിതത്തിലുടനീളം തെറ്റുകൾ ചെയ്തു പോയ ആളുകളാണല്ലോ അല്ലാ. യാ അല്ലാ, രാത്രിയും പകലും തെറ്റ് ചെയ്ത ആളുകളാണല്ലോ അല്ലാ. അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയ തെറ്റുകളാണല്ലോ അല്ലാ. യാ അല്ലാ, സന്തോഷത്തോടു കൂടിയും ദുഃഖത്തോടു കൂടി ചെയ്ത തെറ്റുകളുണ്ടല്ലോ അല്ലാ. എല്ലാം അറിയുന്നവൻ നീയാണല്ലോ അല്ലാ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ രഹസ്യങ്ങൾ അറിയുന്നവൻ നീയാണല്ലോ അല്ലാ. യാ അല്ലാ, ഞങ്ങൾക്കെല്ലാം നീ മാപ്പാക്കിത്താ അല്ലാ. നിൻ്റെ വിശുദ്ധമായ ഭൂമിയിലേക്ക് കൊണ്ടുപോയി നിൻ്റെ വിശുദ്ധമായ സ്വർഗത്തിലേക്ക് നീ ഞങ്ങൾ എത്തിക്കുകയും ചെയ്യണേ അല്ലാ. നിൻ്റെ വിശുദ്ധമായ കാബ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതുപോലെ നിന്റെ ലിഖാവിനെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. യാ അല്ലാ, സംസം കുടിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അതുവഴി നിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം ഹജ്ജ് ഉംറയും ആഗ്രഹിക്കുന്ന അവർക്കെല്ലാം അത് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار اللهم إنا نسألك خير ما سألك نبيك حبيبك محمد صلى الله عليه وسلم اللهم إنا نعوذ بك من شر ما استعاذك نبيك حبيبك محمد صلى الله عليه وسلم اللهم أنت المستعان وعليك البلاغ لا حول ولا قوة إلا بالله العلي العظيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.